സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു ഐപ്ലസ് ട്രെയിനിങ് സൊല്യൂഷൻസ്. ഐപ്ലസിന്റെ പുതിയൊരു ലൈവ് സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കേരള വാട്ടർ അതോറിറ്റി മീറ്റർ റീഡർ എക്സാമുമായി ബന്ധപ്പെട്ട് അവസാനത്തെ മൊഡ്യൂൾ ആയിട്ടുള്ള മൊഡ്യൂൾ 10 ആണ്. സോ മൊഡ്യൂൾ 10മായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ പൊതുവെ വളരെയധികം ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഏരിയ ആണ്. മിക്ക എക്സാംസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രധാനമായിട്ടും രണ്ട് കാര്യങ്ങളാണ് അതിനകത്ത് ഉണ്ടാവുക സാധാരണഗതിയിൽ. ഇത്തരത്തിൽ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് അല്ലെങ്കിൽ അതിന്റെ പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജസ് എന്താണ്, അതുപോലെ തന്നെ സോളാർ വാട്ടർ ഹീറ്റിംഗുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ഓക്കെ, ഇവിടെ പ്രധാനമായിട്ടും നോക്കി അഡ്വാൻറ്റേജസ് ഓഫ് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ്, അതുപോലെ തന്നെ മെത്തേഡ്സ് ഓഫ് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ്, ദെൻ വാട്ടർ ഹീറ്റേഴ്സ്, അതുപോലെ തന്നെ കോൾഡ് വാട്ടർ ഡിസ്ട്രിബ്യൂഷൻ, അതുപോലെ ഹോട്ട് വാട്ടർ ഡിസ്ട്രിബ്യൂഷൻ, ദെൻ ആ സിസ്റ്റവുമായി ബന്ധപ്പെട്ടാണ്. അതുപോലെ തന്നെ സോളാർ വാട്ടർ ഹീറ്റർ സിസ്റ്റം, ദെൻ ഹീറ്റ് ആൻഡ് ടെമ്പറേച്ചർ, എന്താണ് ഹീറ്റ്, എന്താണ് ടെമ്പറേച്ചർ, അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, ദെൻ ടൈപ്സ് ഓഫ് ഹീറ്റിംഗ് സിസ്റ്റം. ഓക്കെ ഫൈൻ. ഇത്രയും കാര്യങ്ങളാണ് നമ്മളവിടെ പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അതുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കേണ്ടത് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ചോദ്യങ്ങളിലേക്ക് നമുക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം റീസെന്റ് ആയിട്ട് നടന്ന നമ്മളുടെ ഇതേ സിലബസ് പ്രകാരം ചോദിച്ചിട്ടുള്ള ട്രേഡ്സ്മാൻ പ്ലംബർ എക്സാമുമായി ബന്ധപ്പെട്ടാണ് ചോദ്യം വന്നിരിക്കുന്നത്. ചോദ്യം നോക്കി, ഇൻ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് ഡൗൺ പൈപ്പ് ഫ്ലാപ്പ് ഈസ് യൂസ്ഡ് ടു. ഇൻ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് ഡൗൺ ഫ്ലാപ്പ്, അല്ലെ, അതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡൗൺ ഫ്ലാപ്പ് പൈപ്പ് അല്ലെങ്കിൽ ഡൗൺ പൈപ്പ് ഫ്ലാപ്പ് ഈസ് യൂസ്ഡ് ടു. എന്തിനാണ് ഇത്തരത്തിൽ ഡൗൺ പൈപ്പിൽ ഒരു ഫ്ലാപ്പ്, നമ്മൾ സാധാരണ ഒരു പൈപ്പ് ഫ്ലാപ്പ് നമ്മൾ സാധാരണ കൊടുക്കാറുണ്ട്, എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ളതാണ് ചോദ്യം. എപ്പോഴാണ്, അതായത് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗുമായി ബന്ധപ്പെട്ടാണ്. അപ്പൊ നമുക്കറിയാം റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗുമായി ബന്ധപ്പെട്ട ആ ഒരു സീസണിലെ ആദ്യ മഴ അല്ലെന്നുണ്ടെങ്കിൽ അത് നമ്മൾ പൊതുവെ കളക്ട് ചെയ്യാറില്ല. അതിന് നമ്മൾ എന്ത് ചെയ്യുക, അത് സാധാരണഗതിയിൽ ബൈപ്പാസ് ചെയ്ത് കളയുകയാണ് ചെയ്യുക. ആദ്യമായിട്ട് വരുന്നതിനകത്ത് എന്താണ്, നമുക്ക് ഇത്തരത്തിൽ കുറേയധികം വേസ്റ്റും അല്ലെന്നുണ്ടെങ്കിൽ സിൽറ്റും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അഴുക്കൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, പൊല്യൂട്ടഡ് ആവാനാണ് സാധ്യത. അതുകൊണ്ട് തന്നെ എല്ലായ്പ്പോഴും തുടക്കത്തിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ആദ്യം വരുന്ന കുറച്ചധികം വെള്ളം നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, അത് നമ്മൾ കളക്ട് ചെയ്യാതെ അത് ബൈപ്പാസ് ചെയ്ത് കളയാറാണ് പതിവ്. ഓക്കെ, അതുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു ഫ്ലാപ്പ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക. സോ ഇൻ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് ദ ഡൗൺ പൈപ്പ് ഫ്ലാപ്പ് ഈസ് യൂസ്ഡ് ടു. ഓപ്ഷൻ എ പറഞ്ഞിരിക്കുന്നത് സെലക്റ്റീവ്ലി കളക്ട് ക്ലീൻ വാട്ടർ ഫോർ സ്റ്റോറേജ് ടാങ്ക്. ഓപ്ഷൻ ബി പ്രിവെന്റ് ആൽഗെ ഗ്രോത്ത് ഇൻ സ്റ്റോറേജ് ടാങ്ക്. ഓപ്ഷൻ സി പ്രിവെന്റ് ബ്രീഡിംഗ് ഓഫ് മോസ്കിറ്റോസ് ഇൻ സ്റ്റോറേജ് ടാങ്ക്. ഓപ്ഷൻ ഡി പ്രൊവൈഡ് എ ബെറ്റർ കാച്ച്മെന്റ് ഏരിയ. അല്ലെ, ഇവിടെ ഈ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗുമായി ബന്ധപ്പെട്ട് പ്രധാനമായിട്ടും നമുക്ക് എന്താണ് ഈ പറയുന്ന കളക്ടിങ് ഏരിയ ഉണ്ടാകും, അതിന് കാച്ച്മെന്റ് ഏരിയ ഉണ്ടാകും, പിന്നെ ഒരു പൈപ്പ് ലൈൻ ഉണ്ടാകും, പിന്നീട് നമ്മളൊരു സ്റ്റോറേജ് സിസ്റ്റം ഉണ്ടാകും. അപ്പൊ ഇതാണ് പ്രധാനപ്പെട്ട 3 ഘടകങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഈ പറയുന്ന ഡൗൺ പൈപ്പ് ഫ്ലാപ്പ് എന്തിനാണ് പൊതുവെ യൂസ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ദാറ്റ് ഈസ് സെലക്റ്റീവ്ലി കളക്ട് ക്ലീൻ വാട്ടർ ഫോർ സ്റ്റോറേജ് ടാങ്ക്. സ്റ്റോറേജ് ടാങ്കിലേക്ക് നമ്മൾ ക്ലീൻ വാട്ടറിനെ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, സെലക്റ്റീവായിട്ട് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്നതാണ് ഡൗൺ പൈപ്പ് ഫ്ലാപ്പ് എന്ന് പറയുന്നത്. യെസ്, ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക, സെലക്റ്റീവ്ലി കളക്ട് ക്ലീൻ വാട്ടർ ഫോർ സ്റ്റോറേജ് ടാങ്ക്. അപ്പൊ ഇവിടെ നോക്കേ, ഇത്തരത്തിൽ ഡൗൺ പൈപ്പ് ഫ്ലാപ്പ് വർക്ക്സ് ആസ് എ ഫസ്റ്റ് ഫ്ലഷ് ഡിവൈസ്, അല്ലെ, ഒരു ഫസ്റ്റ് ഫ്ലഷ് ഡിവൈസ് എന്ന രീതിയിലായിരിക്കും അത് ആക്ട് ചെയ്യുന്നുണ്ടാവുക. അതായത് ഇനിഷ്യലി വരുന്ന, അതായത് തുടക്കത്തിൽ വരുന്ന റെയിൻ വാട്ടർ, അല്ലെ, തുടക്കത്തിൽ വരുന്ന മഴവെള്ളം, ആ മഴവെള്ളത്തിൽ നമുക്കറിയാം ഇത്തരത്തിൽ നമ്മുടെ റൂഫിന്റെ മുകളിൽ ഉണ്ടായിരിക്കുന്ന ഡസ്റ്റ് അല്ലെങ്കിൽ ചില ലീഡ്സ്, ബേർഡ് ഡ്രോപ്പിംഗ്സ് ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, അല്ലെ, നമുക്കറിയാം. അപ്പൊ അങ്ങനെയൊക്കെ വരുന്ന തുടക്കത്തിൽ അത് വാഷ് ചെയ്തിട്ടായിരിക്കും അത് വരുന്നുണ്ടാവുക. ആ വാഷ് ചെയ്ത് വരുന്ന തുടക്കത്തിലെ വെള്ളം നമ്മൾ അത് കളക്ട് ചെയ്യാറില്ല, അല്ലെ, അതൊരു അല്ലെങ്കിൽ അത് ക്ലീൻ ആയിട്ടുള്ള വെള്ളമല്ല നമുക്കറിയാം. അപ്പൊ തുടക്കത്തിൽ വരുന്ന ആ വെള്ളത്തെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, ബൈപ്പാസ് ചെയ്ത് അത് വേസ്റ്റ് വാട്ടർ ആയിട്ട് തന്നെ കളയുന്നുണ്ടാകും. അപ്പൊ അത്തരത്തിൽ ഡൈവേർട്ട് ചെയ്യാൻ സഹായിക്കുന്ന ഒരു സിസ്റ്റമാണ് ഇത്തരത്തിൽ ഡൗൺ പൈപ്പ് ഫ്ലാപ്പ് എന്ന് പറയുന്നത്. സോ ഒരു ഫസ്റ്റ് ഫ്ലഷ് ഡിവൈസ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ഒരു പാർട്ടാണ് ഡൗൺ പൈപ്പ് ഫ്ലാപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇറ്റ് ഡൈവേർട്ട്സ് ഡർട്ടി ഇനിഷ്യൽ റെയിൻ വാട്ടർ. ഇത്തരത്തിൽ അത് ഡൈവേർട്ട് ചെയ്യുന്നു, തുടക്കത്തിലുള്ള ഇനിഷ്യലിലുള്ള ഡേർട്ടി ആയിട്ടുള്ള റെയിൻ വാട്ടറിനെ ഡൈവേർട്ട് ചെയ്യുന്നു, അത് കളക്ട് ചെയ്യാതെ സംരക്ഷിക്കുന്നു. സോ ഓൺലി ക്ലീൻ വാട്ടർ
ഈസ് അലൗഡ് ടു ദ സ്റ്റോറേജ് ടാങ്ക് അല്ലെ. തുടക്കത്തിൽ അത് എന്താണ് ക്ലീൻ വാട്ടറിനെ മാത്രമേ അത് അലൗ ചെയ്യുള്ളൂ. ഇംപ്രൂവ് വാട്ടർ ക്വാളിറ്റി ഫോർ യൂസ് അല്ലെ. നമുക്ക് നമ്മുടെ യൂസിന് വേണ്ടിയിട്ടുള്ള വെള്ളത്തിന്റെ ക്വാളിറ്റി നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കും. ഇത്തരത്തിലുള്ള ഡൗൺ വാട്ടർ അല്ലെ, ഇത്തരത്തിൽ ഡൗൺ പൈപ്പ് ഫ്ലാപ്പുകൾ യൂസ് ചെയ്യാറുണ്ട് എന്നുള്ളത് ഓർത്തിരിക്കാം. ഓക്കെ, സോ അതൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഇത്തരത്തിൽ ഡൗൺ പൈപ്പ് ഫ്ലാപ്പുകൾ നമ്മുടെ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗുമായി ബന്ധപ്പെട്ട് യൂസ് ചെയ്യുന്നു എന്നുള്ളത് ഓർത്തിരിക്കാം. ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നത് ചോദ്യവുമായി ബന്ധപ്പെട്ട്. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം ശ്രദ്ധിച്ചോളൂ. വിച്ച് ഓഫ് ദീസ് ഈസ് നോട്ട് എ കമ്പോണന്റ് ഓഫ് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ്. റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഒരു കമ്പോണന്റ് അല്ലാത്തതേത് എന്നുള്ളതാണ് ചോദ്യം. നമുക്കറിയാം ഓപ്ഷൻ ബി ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഓപ്ഷൻ ബി. ഇവിടെ ഒരു ചെറിയ കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. കാര്യം ടെക്സ്റ്റ് ബുക്കിൽ നമ്മളുടെ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ പെർക്കുലേറ്ററുമായി ബന്ധപ്പെട്ട് അതിനോടൊപ്പം തന്നെ സോക്ക് പിറ്റ് എന്നും കൂടി പറയുന്നുണ്ട്. അപ്പൊ അതൊരു കുറച്ച് കൺഫ്യൂസിങ് ആണെങ്കിൽ തന്നെയും സോക്ക് പിറ്റുകൾ പൊതുവെ ഇത്തരത്തിൽ ഡ്രെയിനേജുമായി ബന്ധപ്പെട്ടാണ് സോക്ക് പിറ്റുകൾ നമ്മൾ കളക്ട് ചെയ്യാൻ വേണ്ടി, ഡ്രെയിൻ വാട്ടേഴ്സ് ആണ് പൊതുവെ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സോക്ക് പിറ്റുകൾ യൂസ് ചെയ്യുന്നത്, ജനറലൈസ് ചെയ്ത് പറയുന്നു. അപ്പൊ ഇവിടെ പ്രധാനമായിട്ടും കമ്പോണന്റ് അല്ലാത്തത് ബാക്കി മൂന്നും കമ്പോണന്റ് ആണെന്നത് കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റും. ദാറ്റ് ഈസ് കാച്ച്മെന്റ് ഏരിയ അല്ലെ. നമ്മൾ ഈ പറയുന്ന മഴ ലഭിക്കുന്ന ഏരിയ ഉണ്ടല്ലോ, അതിനെ നമ്മൾ കാച്ച്മെന്റ് ഏരിയ എന്ന് പറയാറുണ്ട്. ഓക്കെ, ആ കാച്ച്മെന്റ് ഏരിയയിൽ ഉണ്ടാകുന്ന വെള്ളത്തെ കളക്ട് ചെയ്യാനായിട്ട് പൈപ്പിംഗ് സിസ്റ്റംസ് ഉണ്ടാകും. അതിനെ കൺവൈൻ സിസ്റ്റം എന്ന് പറയാം. ഓക്കെ, പിന്നെ അത് കളക്ട് ചെയ്യാനുള്ള കളക്ഷൻ ഡിവൈസും ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഇവിടെ ഇത് നമുക്കൊരു ഓഡ് വണ്ണായിട്ട് നമുക്ക് തോന്നുന്നത് ഇത്തരത്തിൽ സോക്ക് പിറ്റ് തന്നെയാണ്. അതാണ് നമ്മുടെ ഉത്തരമായിട്ടും ഫൈനൽ കീയിലും വന്നിട്ടുള്ളത്. അപ്പൊ ഇത്തരത്തിൽ സോക്ക് പിറ്റ് അല്ലെങ്കിൽ സീപ്പേജ് പിറ്റ് അല്ലെന്നുണ്ടെങ്കിൽ ലീച്ച് പിറ്റ് എന്നാണ് നമ്മൾ അറിയപ്പെടുക അല്ലെ. സീപ്പേജ് പിറ്റ് അല്ലെങ്കിൽ സീവേജ് പിറ്റ് അല്ലെങ്കിൽ ലീച്ച് പിറ്റ് ആണ് ഈ സോക്ക് പിറ്റിനെ അറിയപ്പെടുന്ന മറ്റ് പേരുകൾ എന്നുള്ളത് ഓർത്തിരിക്കാം. ഈ ചിത്രത്തിൽ കാണുന്നതാണ് നമ്മളുടെ ഒരു സോക്ക് പിറ്റ് എന്ന് പറയുന്നത്. ഇത്തരത്തിൽ സോക്ക് പിറ്റ് എന്ന് പറയുന്നത് ഈ ചിത്രത്തിലാണ്. അപ്പൊ ഇവിടെ വന്നിട്ട് നമുക്ക് വെള്ളത്തെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, അവിടെ കളക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ അതാണ് അതിന്റെ ഒരു ബേസിക് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. എന്നാൽ നോക്കിയേ, ഇവിടെ മെത്തേഡ് ഓഫ് റെയിൻ അത് ഈ ഒരു സ്നിപ്പ് ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് എടുത്തിരിക്കുന്നതാണ്. അപ്പോ ഇത്തരത്തിൽ നോക്കുമ്പോൾ ഇവിടെ പെർക്കുലേറ്റേഴ്സ് അല്ലെങ്കിൽ അതോടൊപ്പം തന്നെ സോക്ക് പിറ്റ് എന്നുള്ള ഒരു വേർഡും കൂടി കൊടുത്തിട്ടുണ്ട്. അതൊരു കുറച്ച് കൺഫ്യൂസിങ് ആണ്. അപ്പോൾ ഇത് മനസ്സിലാക്കേണ്ടത് നമ്മൾ എക്സാം എഴുതുമ്പോൾ ഇങ്ങനെയുള്ളൊരു സംഗതി ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കാം. ഫൈനൽ കീയിൽ ഉൾപ്പെടെ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വരാത്ത ഒരു ചോദ്യം തന്നെയായിരുന്നു അത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ചോദ്യം റിപ്പീറ്റ് ആയിട്ട് വന്നാൽ നമ്മൾ സോക്ക് പിറ്റ് തന്നെ കൊടുക്കുക, കൺഫ്യൂഷൻ വേണ്ട. ഓക്കെ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അത് എടുത്തിടാൻ കാര്യം അതാണ്. അപ്പൊ പെർക്കുലേഷൻ ട്രെഞ്ചസ്, അതുപോലെ തന്നെ സർവീസ് വെൽ കം റോക്കേജ് വെൽ മെത്തേഡ് ഒക്കെ നിലവിൽ മെത്തേഡ് ഓഫ് റെയിൻ വാട്ടറുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കിയിരിക്കാം. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക. എന്നാൽ ചോദ്യം എന്താണെന്നുള്ളത് മനസ്സിലാക്കി ഉത്തരത്തിലേക്ക് പോവുക. ഓക്കെ, മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. വാട്ട് ഈസ് ദ യൂസ് ഓഫ് റെയിൻ വാട്ടർ പൈപ്പ്? ഈ റെയിൻ വാട്ടർ പൈപ്പ് ഉണ്ടല്ലോ, നമ്മൾ കൺവൈൻ സിസ്റ്റത്തിൽ റെയിൻ വാട്ടർ പൈപ്പ് ഉണ്ട്. അപ്പോ ഈ എന്തിനാണ് റെയിൻ വാട്ടർ പൈപ്പ് യൂസ് ചെയ്യുന്നത്? സോ ഓപ്ഷൻ എ പറഞ്ഞിരിക്കുന്നത് ലൈക്ക് ടു പെർമിറ്റ് ഇഫക്റ്റീവ് ഡ്രെയിനേജ് ഓഫ് റൂഫ് വാട്ടർ. ഇത്തരത്തിൽ റൂഫ് വാട്ടറിൽ വരുന്ന അല്ലെങ്കിൽ റൂഫ് ടോപ്പിൽ വരുന്ന വെള്ളത്തെ, മഴവെള്ളത്തെ കൃത്യമായിട്ട് ഇഫക്റ്റീവായിട്ട് ഡ്രെയിനേജ് ചെയ്ത് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നു. ഓപ്ഷൻ ബി കളക്ട് വാട്ടർ, ഓപ്ഷൻ സി സല്ലേജ് വാട്ടർ, ഓപ്ഷൻ ഡി ടു കളക്ട് സീവേജ്. സംശയമൊന്നുമില്ല, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. അപ്പം അത് പൊതുവെ നമുക്കറിയാം റെയിൻ വാട്ടർ പൈപ്പുകൾ പൊതുവെ യൂസ് ചെയ്യുന്നുണ്ടാവുക റൂഫ് വാട്ടറുകൾ അല്ലെ എഫക്റ്റീവായിട്ട് എന്താണ് ഡ്രെയിനേജ് ചെയ്ത് മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ്. സോ ടു പെർമിറ്റ് ഇഫക്റ്റീവ് ഡ്രെയിനേജ് ഓഫ് റൂഫ് വാട്ടർ ആണ് റെയിൻ വാട്ടർ പൈപ്പുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത്. അത് ഓപ്ഷൻ എ തന്നെയാണ്, സംശയമൊന്നുമില്ല. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. അറ്റ് വാട്ട് ഫ്രീക്വൻസി മെയിൻ്റനൻസ് വർക്ക് ആർ ടു ബി ക്യാരീഡ് ഇൻ വാട്ടർ ഹീറ്റർ? അല്ലെ, വാട്ടർ ഹീറ്റർ ഉണ്ടല്ലോ, വെള്ളം ചൂടാക്കുന്ന വാട്ടർ ഹീറ്റർ. ഈ വാട്ടർ ഹീറ്ററിന്റെ മെയിൻ്റനൻസിന്റെ കാലാവധി എങ്ങനെയാണ്? അല്ലെങ്കിൽ വർഷത്തിൽ എത്ര തവണ അല്ലെങ്കിൽ എത്ര മാസം കൂടുമ്പോൾ നമ്മളത് മെയിൻ്റനൻസ് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് ചോദ്യം. യെസ്, അപ്പൊ സംശയമൊന്നും വേണ്ട. വാട്ടർ ഹീറ്ററുകൾ പൊതുവെ നമ്മൾ 6 മാസം കൂടുമ്പോൾ അത് മെയിൻ്റനൻസ് ചെയ്യേണ്ടതായിട്ടുണ്ട്.
6 മാസം കൂടുമ്പോൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതുണ്ട്. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നുണ്ടാവുക. സോ അറ്റ് വാട്ട് ഫ്രീക്വൻസി ദ മെയിൻ്റെനൻസ് വർക്ക് ആർ ടു ബി കാരിഡ് ഇൻ വാട്ടർ ഹീറ്റർ? ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരം, 6 months. യെസ്. അപ്പൊ ഇവിടെ ഈ വാട്ടർ ഹീറ്ററുമായി വന്നപ്പോൾ OH ടാങ്ക് നമ്മൾ 6 മാസം പറയാറ് അല്ലെ? യെസ്. അപ്പൊ ഈ പറയുന്ന പ്രിക്കോഷൻസ് ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ പ്രധാനമായിട്ടും ഹീറ്ററുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ട്. ദാറ്റ് ഈസ് ഹീറ്റേഴ്സ് എന്താണ് സ്വിച്ച് ഓൺ ചെയ്യുക, അത് അല്ലെങ്കിൽ വെള്ളം ഇല്ലാന്നുണ്ടെങ്കിൽ അത് സ്വിച്ച് ഓൺ ചെയ്യരുത്, അങ്ങനെയുള്ള കാര്യം ഓർത്തിരിക്കുക പ്രധാനമായിട്ടും. ലൈക്ക് പിന്നെ മനസ്സിലാക്കേണ്ടത് ഈ പറയുന്ന നോൺ റിട്ടേൺ വാൽവ് ഫിക്സ് ചെയ്യുന്നുണ്ടാകും. സോ ഇൻ കേസ് ഓഫ് ഇൻലെറ്റ് പ്രഷർ ഇസ് മോർ ദാൻ 18 meter ഹെഡ്, 18 meter ഹെഡ് കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് ഫിക്സ് ചെയ്യേണ്ടതായിട്ടുണ്ട്? നോൺ റിട്ടേൺ വാൽവ് ഫിക്സ് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നുള്ളത് ഓർത്തിരിക്കാം. ഓക്കെ, ഫൈൻ. പിന്നീട് ഹാഫ് ഇയർലി ആണ് അതിന്റെ മെയിൻ്റെനൻസ് വരുന്നുണ്ടാവുക. ഹാഫ് ഇയർലി, ദാറ്റ് ഈസ് 6 months ആണ്. 6 monthsലാണ് നമ്മൾ അതിന്റെ മെയിൻ്റെനൻസ് ചെയ്യേണ്ടതായിട്ടുള്ളത്. പിന്നെ സ്കെയിൽ ഫോർമേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ റിമൂവ് ചെയ്യുന്നത് ബൈ അപ്ലൈങ് ഡൈല്യൂട്ടഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ്, HCl. ഡൈല്യൂട്ടഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് വെച്ചിട്ടാണ് സ്കെയിൽ ഫോർമേഷൻസ് ഒക്കെ നമ്മൾ കളയുന്നുണ്ടാവുക. വളരെ ഇമ്പോർട്ടന്റ് ആണ് സ്കെയിൽ ഫോർമേഷൻസ് ഒക്കെ കളയുന്നത്. അത് എന്ത് കെമിക്കലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണെന്നുള്ളത് ഓർത്തിരിക്കാം. ഓക്കെ, ഫൈൻ. ഇത്രയും കാര്യങ്ങളൊക്കെ പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കാം. പിന്നെ ഫ്യൂസിബിൾ പ്ലഗ്, അവിടെ ഫ്യൂസിബിൾ പ്ലഗ് ഉണ്ടാകും. സോ ഹീറ്റ് കൂടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഫ്യൂസ് ചെയ്തുകൊണ്ടുള്ള ഒരു സേഫ്റ്റി മെഷേഴ്സ് ആണ് ഫ്യൂസിബിൾ പ്ലഗ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതിയാകും. അപ്പൊ ഇവിടെ പ്രധാനമായിട്ടും 3 കാര്യങ്ങൾ ഓർത്തിരിക്കേണ്ടതായിട്ടുണ്ട്. ഒന്ന്, ഈ 18 മീറ്ററിന്റെ കേസിൽ നമ്മളൊരു നോൺ റിട്ടേൺ വാൽവ് ഫിക്സ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നീട് ഹാഫ് ഇയർലി ആണ് മെയിൻ്റെനൻസ്. പിന്നീട് നമ്മൾ അവിടെ സ്കെയിൽ ഫോർമേഷൻ ഉണ്ടെങ്കിൽ അവിടെ ഹൈഡ്രോക്ലോറിക് ആസിഡ് യൂസ് ചെയ്യാറുണ്ടെന്നുള്ളത് കൂടി ഓർത്തിരിക്കുക. ഓക്കെ, സോ അതാണ് 3 വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് എക്സാം പോയിന്റ് ഓഫ് വ്യൂ. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം, വിച്ച് മെറ്റീരിയൽ ആർ യൂസ്ഡ് ഫോർ മേക്കിംഗ് ഇന്നർ കണ്ടെയ്നർ ഫോർ വാട്ടർ ഹീറ്റർ? വാട്ടർ ഹീറ്ററിന്റെ ഉള്ളിലുള്ള ഇന്നർ കണ്ടെയ്നർ നിർമ്മിക്കുന്ന എന്താണ് ഇന്നർ കണ്ടെയ്നർ നിർമ്മിക്കുന്ന മെറ്റീരിയൽ ഏതാണെന്നുള്ളതാണ് ചോദ്യം. ഈ ചോദ്യം ക്യാൻസൽഡ് ആണ്. ചോദ്യം അത് അതിനകത്തുള്ള ക്ലാരിറ്റി കുറവ് ഉണ്ടായത് കൊണ്ട്, കാര്യം ഇവിടെ ലെതർ വൂള്, ഗ്ലാസ് വൂള്, കോപ്പർ വൂള്, അതുപോലെ തന്നെ അലുമിനിയം വൂള്, എല്ലാത്തിനോടൊപ്പം വൂള് ഒരു അഡീഷണൽ ആയിട്ട് വന്നത് കൊണ്ട് തന്നെ അത് ബുദ്ധിമുട്ടായിട്ട് മാറി. പൊതുവെ നമ്മൾ ഇന്നർ കണ്ടെയ്നർ സാധാരണ നമ്മൾ കോപ്പർ പ്ലേറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. കോപ്പർ പ്ലേറ്റ് ആണ് ഉത്തരം വരേണ്ടതായിട്ടുള്ളത് അല്ലെ? അവർ ഉദ്ദേശിക്കുന്ന ചോദ്യം അനുസരിച്ച് ആ ഒരു ഇന്നർ കണ്ടെയ്നറുകൾ നിർമ്മിച്ചിട്ടുണ്ടാവുക എന്തുകൊണ്ടാണ്? കോപ്പർ പ്ലേറ്റ് കൊണ്ടാണ് നിർമ്മിച്ചിട്ടുണ്ടാവുക, കോപ്പർ പ്ലേറ്റ്. സോ ഇവിടെ ഉത്തരം വരേണ്ടതായിട്ടുള്ളത് ഓപ്ഷൻ സി തന്നെയാണ്. കോപ്പർ പ്ലേറ്റ് കൊണ്ടാണ് ഇന്നർ കണ്ടെയ്നറുകൾ അല്ലെങ്കിൽ ഷീറ്റ്, അല്ലെങ്കിൽ കോപ്പർ ഷീറ്റ് അല്ലെങ്കിൽ പ്ലേറ്റ്, അപ്പൊ അതാണ് നമ്മൾ മാനുഫാക്ചർ ചെയ്യേണ്ടതായിട്ടുള്ളത്. എന്നാൽ ഇവിടെ കോപ്പർ വൂൾ എന്ന് വന്നത് കൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. യെസ്. അപ്പം നമ്മളുടെ എക്സാം അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്കുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദീസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് കോപ്പർ ഷീറ്റ് ആൻഡ് ഫിറ്റഡ് അവേ ഫ്രം ഔട്ടർ കണ്ടെയ്നർ. വാട്ടർ ഈസ് സ്റ്റോർഡ് ഇൻ ഇന്നർ കണ്ടെയ്നർ. അതിൽ വെള്ളം സ്റ്റോർ ചെയ്യുന്ന ഇന്നർ കണ്ടെയ്നറുകൾ നിർമ്മിച്ചിട്ടുണ്ടാവുക കോപ്പർ ഷീറ്റ് കൊണ്ടാണ് എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ കോപ്പർ വൂള്, ഈ വൂള് വന്നത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഇവിടെ ഇൻസുലേഷനുമായി ബന്ധപ്പെട്ടാണ്. ഇൻസുലേഷനുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം കണ്ടെയ്നർ, ഔട്ടർ കണ്ടെയ്നർ കൊണ്ട് ഇവിടെ പാർട്സ് ഓഫ് വാട്ടർ ഹീറ്ററുമായി ബന്ധപ്പെട്ട് പുറത്തുള്ള ഒരു കണ്ടെയ്നർ ഉണ്ട്, ഔട്ടർ കണ്ടെയ്നർ. അതിനുള്ളിലായിട്ട് മറ്റൊരു കണ്ടെയ്നർ ഉണ്ട്, ഇന്നർ കണ്ടെയ്നർ. ഈ ഔട്ടറിനും ഇന്നറിനും ഇടയിലായിട്ട് നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നത്? ഇൻസുലേഷൻ കൊടുക്കാറുണ്ട്. ഇൻസുലേഷൻ കൊടുക്കാൻ ഉപയോഗിക്കുന്ന മെറ്റീരിയലാണ് ഇത്തരത്തിൽ എന്താണ്? ഗ്ലാസ് വൂള്, അതുപോലെ തന്നെ മിനറൽ വൂൾ ഈസ് യൂസ്ഡ് ഫോർ ഇൻസുലേഷൻ. അവിടെ ഇൻസുലേഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഈ പറയുന്ന ഗ്ലാസ് വൂള്, മിനറൽ വൂളൊക്കെ. കണ്ടെയ്നർ നിർമ്മിക്കുന്നത്, ഇന്നർ കണ്ടെയ്നർ നിർമ്മിക്കുന്നത് ഏതാണ്? അത് കോപ്പർ ഷീറ്റ് ആണെന്നുള്ളത് ഓർത്തിരിക്കണം. ഓക്കെ, ഫൈൻ. അതാണ് നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ചോദ്യത്തിലെ വൂള് വന്നത് കൊണ്ട് ഒരു ബുദ്ധിമുട്ട് വന്നു. സോ അതുകൊണ്ട് അത് ചോദ്യം ക്യാൻസൽ ചെയ്യേണ്ടതായിട്ടുണ്ടായി. അപ്പൊ അത് മനസ്സിലാക്കിയിരുന്നാൽ മതി എന്താണ് അവിടെ സംഭവിച്ചെന്നുള്ളത്. യെസ്. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം ഇതാണ്: ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വാട്ടർ ബൈ ഗ്രാവിറ്റി ഈസ് നോട്ട് റിലയബിൾ, കോസ്റ്റ്ലി, suitable,
ഡിഫിക്കൽട്ട് അല്ലെ. അപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ വെള്ളത്തിന്റെ ഡിസ്ട്രിബ്യൂഷൻ നമുക്കറിയാം, ഗ്രാവിറ്റിയിൽ നമ്മൾ ചെയ്യാറുണ്ട്, പമ്പിങ്ങിൽ നമ്മൾ ചെയ്യാറുണ്ട് അല്ലെ, ഡ്യുവൽ സിസ്റ്റം നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനെ പ്രത്യേകത, അതായത് ഈ പറഞ്ഞ വെള്ളം ഡിസ്ട്രിബ്യൂഷന്റെ ഒരു പ്രത്യേകത, ഗ്രാവിറ്റി എന്ന് പറയുമ്പോൾ നമുക്കറിയാം വളരെയധികം സ്യൂട്ടബിൾ ആണ് അല്ലെ, നമുക്കധികം എനർജി കളയാണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, എല്ലാത്തേക്കും നമുക്ക് വെള്ളം എത്തിക്കാൻ കഴിയും. സോ ഗ്രാവിറ്റിയുടെ സഹായത്തോടു കൂടിയാണ് നമ്മൾ വെള്ളം എത്തിക്കുന്നുണ്ടാവുക. യെസ്, അപ്പൊ ഇവിടെ നമ്മളുടെ ഉത്തരമായിട്ട് വരുന്നുണ്ടാവുക വളരെ സിമ്പിൾ ആയിട്ടൊരു ചോദ്യമാണ്. സോ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വാട്ടർ ബൈ ഗ്രാവിറ്റി ഈസ് സ്യൂട്ടബിൾ ആണെന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക. അപ്പൊ നാച്ചുറൽ ആയിട്ടുള്ള ഹെഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാവും അല്ലെ. നമ്മളിപ്പോ OHലേക്ക് നമ്മൾ വെള്ളം എത്തിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, അവിടുന്ന് പുറത്തേക്കായിരിക്കും വെള്ളം നമ്മൾ ഇത്തരത്തിൽ പൈപ്പ് വഴി നമ്മൾ കൊടുക്കുക ചെയ്യാം. അപ്പോൾ ആ ഒരു ഹെഡ്, അതുകൊണ്ട് തന്നെ പൊതുവെ നമ്മൾ ഈ OHSR അല്ലെങ്കിൽ ഈ OH ടാങ്കുകളൊക്കെ നമ്മളുടെ പ്രദേശത്തെ ഏറ്റവും ഉയർന്ന ഭാഗത്തായിരിക്കും നമ്മൾ ടാങ്ക് ഫിക്സ് ചെയ്യുന്നുണ്ടാവുക അല്ലെ, ടാങ്ക് ബിൽഡ് ചെയ്യുന്നുണ്ടാവുക. അപ്പം അവിടെ ടാങ്ക് ബിൽഡ് ചെയ്തതിനു ശേഷമായിരിക്കും അവിടെ നിന്നായിരിക്കും നമ്മൾ താഴേക്ക് വെള്ളം കൊടുക്കുന്നുണ്ടാവുക. സോ അതാണ് ഈ പറയുന്ന ഗ്രാവിറ്റി സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ അവിടെ പ്രത്യേകിച്ച് പമ്പിംഗ് ഒന്നും നമുക്ക് ഈ വാട്ടർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കൊടുക്കേണ്ടതായിട്ടില്ല. എനർജി സേവ് ചെയ്യാൻ സാധിക്കും. സിമ്പിൾ ആൻഡ് റിലയബിൾ സിസ്റ്റം ആണ്, ഹെൻസ് സ്യൂട്ടബിൾ ഫോർ വാട്ടർ സപ്ലൈ. അതായത് വാട്ടർ സപ്ലൈ സിസ്റ്റത്തിന് വളരെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ് ഗ്രാവിറ്റി എന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പൊ അതാണ് അവർ ഉദ്ദേശിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത്. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം നോക്കൂ. വാട്ട് യു ഷുഡ് ബി ഷുവർ യു ഹാവ് ഇൻ പ്ലെന്റി ബിഫോർ കൺസിഡറിങ് ബൈയിങ് എ സോളാർ വാട്ടർ ഹീറ്റർ. ഇവർ ഉദ്ദേശിക്കുന്നത് സോളാർ വാട്ടർ ഹീറ്റർ നമ്മളിപ്പോ നമ്മളുടെ വീടുകളിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ വേണ്ടുന്ന പ്രധാനപ്പെട്ട കാര്യം എന്താണ് അല്ലെ. എല്ലായിടത്തും കയറി നമുക്ക് സോളാർ വാട്ടർ ഹീറ്റർ നമുക്ക് വെക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ പ്രധാനമായിട്ടും നമുക്ക് പ്ലെന്റി ആയിട്ട് വളരെയധികം സുലഭമായിട്ട് ലഭിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതെന്താന്നുള്ളതാണ് ചോദ്യം. പ്രത്യേകിച്ച് സോളാർ വാട്ടർ ഹീറ്റർ നമ്മൾ ഫിക്സ് ചെയ്യാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ ഓപ്ഷൻ എ പറയുന്നത് വെരി ഹോട്ട് വാട്ടർ, ഓപ്ഷൻ ബി അബണ്ടന്റ് സൺഷൈൻ, ഓപ്ഷൻ സി ഇന്റർമിറ്റന്റ് റെയിൻ, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി അബോവ് അല്ലെ. നമുക്ക് ഒരു സോളാർ വാട്ടർ ഹീറ്റർ നമ്മൾ വെക്കണമെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് വേണം, അത് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് സോളാർ വേണം, സൺലൈറ്റ് വേണം. അപ്പോൾ വേണ്ടുന്നത് അബണ്ടന്റ് ആയിട്ടുള്ള അല്ലെ, അബണ്ടന്റ് ആയിട്ടുള്ള സൺഷൈൻ വേണം. ഓപ്ഷൻ ബി ആണ് നമ്മളുടെ ഉത്തരമായിട്ട് വരിക. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്, ജനറലൈസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളാണ് പൊതുവെ മൊഡ്യൂളിൽ നിന്ന് വരാറ്. മറ്റൊരു ചോദ്യം, വാട്ട് ഈസ് ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ ഇൻ ഫാരൻഹീറ്റ് സ്കെയിൽ. അപ്പൊ ഡിഗ്രി ഫാരൻഹീറ്റ് സ്കെയിലിൽ ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ എത്രയാണ്? ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ. അപ്പം നമുക്കറിയാം വെള്ളത്തിന്റെ തിളനില, ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുമ്പോൾ എന്താ, അത് തിളയ്ക്കുന്ന ഒരു പോയിന്റ് അല്ലെ, തിളനില എന്ന് നമ്മൾ പറയാറുണ്ട് മലയാളത്തിൽ, തിളനില. ഓക്കെ, അപ്പൊ ബോയിലിംഗ് പോയിന്റ് എത്രയാണ് കറസ്പോണ്ടിങ് ഫാരൻഹീറ്റ് സ്കെയിലിലേക്ക് വരുമ്പോൾ? അത് ബേസിക്കലി അതിന്റെ ഒരു റിലേഷൻ നമ്മളൊന്ന് മനസ്സിലാക്കിയതാണ്. ഡിഗ്രി സെന്റിഗ്രേഡ് ഡിവൈഡഡ് ബൈ 100 ഈസ് ഈക്വൽ ടു F-32 ഡിവൈഡഡ് ബൈ 180. സോ ഇങ്ങനൊരു റിലേഷൻ നമുക്ക് ഓർത്തിരിക്കാവുന്നതേ ഉള്ളൂ. ഇങ്ങനൊരു റിലേഷൻ നമുക്ക് ഓർത്തിരിക്കാം. അതിൽ നമുക്ക് സെന്റിഗ്രേഡ് എത്ര, നമുക്കറിയാം എത്ര ഡിഗ്രി സെൽഷ്യസിലാണ് വെള്ളം തിളയ്ക്കുന്നുണ്ടാവുക. വെള്ളം തിളയ്ക്കുന്നത് 100 ഡിഗ്രി സെൽഷ്യസിലാണ് അല്ലെ. അപ്പൊ നമുക്ക് ഈ പറയുന്ന രീതിയിൽ വെള്ളം തിളയ്ക്കുന്ന 100 ഡിഗ്രി ആണെങ്കിൽ ഇത് 100 എന്ന് നമുക്ക് കൊടുക്കാം. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കറസ്പോണ്ടിങ് ഡിഗ്രി ഫാരൻഹീറ്റ് വാല്യൂ നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ദാറ്റ് ഈസ് അല്ലെ F ഈസ് ഈക്വൽ ടു അല്ലെന്നുണ്ടെങ്കിൽ 180 അല്ലെ ഈസ് ഈക്വൽ ടു അല്ലെ -180 ഈസ് ഈക്വൽ ടു, അങ്ങനെ നമുക്ക് 180 ഈസ് ഈക്വൽ ടു കറസ്പോണ്ടിങ് F-32. സോ F ഈസ് ഈക്വൽ ടു എന്ത് വരും, 212 അല്ലെ ഡിഗ്രി ഫാരൻഹീറ്റ്. അപ്പൊ 212 ആണ് നമുക്ക് വരുന്നുണ്ടാവും. 212 ആയിരിക്കും നമുക്ക് വരുന്നുണ്ടാവും. ഓക്കെ ആണല്ലോ. അപ്പൊ അവിടെ ഉത്തരമായിട്ട് വരുന്നുണ്ടാവും 212 ആണെന്നുള്ള ഓർത്തിരിക്കാം. സോ ഇത് ഈ പറയുന്ന റിലേഷൻ ദാറ്റ് ഈസ് C/100 ഈസ് ഈക്വൽ ടു F-32 ഡിവൈഡ് ബൈ 180. സോ ഇത് തന്നെ ഒന്നുകൂടെ നമ്മൾ ഒന്ന് ചെറുതാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, ഇത്തരത്തിൽ F ഈസ് ഈക്വൽ ടു 9/5 ഇൻറ്റു ഡിഗ്രി സെൽഷ്യസ് പ്ലസ് 32 എന്നുള്ളത് കിട്ടും. ഇൻ ടേംസ് ഓഫ് ഡിഗ്രി സെൽഷ്യസ് ആണെന്നുണ്ടെങ്കിൽ 5/9 ഇൻറ്റു F-32 എന്ന് കിട്ടും. ഇവിടെ നമുക്ക് കറസ്പോണ്ടിങ് ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ വാട്ടറുമായി ബന്ധപ്പെട്ട് സോ 0 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുമ്പോൾ അവിടെ 32 ഡിഗ്രി ഫാരൻഹീറ്റ്, ദാറ്റ് ഈസ് ഫ്രീസിംഗ് പോയിന്റ്. നാളെ ചോദിക്കുകയാണ് ഫ്രീസിംഗ് പോയിന്റ്
എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 32 ഫാരൻഹീറ്റ് ആയിരിക്കും. ഫ്രീസിംഗ് പോയിന്റ് കറസ്പോണ്ടിങ് 32 ഫാരൻഹീറ്റ്. ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുമ്പോൾ 212 ഫാരൻഹീറ്റ്. ഓക്കെ, ഇനി അതല്ല, ഇനിയിപ്പോൾ ഫ്രീസിംഗ് പോയിന്റ് കണ്ടുപിടിക്കണമെങ്കിൽ ഈ പറഞ്ഞ 0 കൊടുത്താൽ മതി. 0 കൊടുത്താൽ സോ 0 വരും. സോ F is equal to അല്ലെ. അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യമാണ്, ക്ലിയർ ആയെന്ന് കരുതുന്നു. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. വിച്ച് ഹോം അപ്ലയൻസസ് യൂസ് ദ മോസ്റ്റ് എനർജി? താഴെ തന്നിരിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ എനർജി യൂസ് ചെയ്യുന്നത് ഏതാണെന്നുള്ളതാണ് ചോദ്യം. എനർജി യൂസ് ചെയ്യുന്നത് എന്ത് തന്നെയായിരിക്കും? നമുക്കറിയാം വാട്ടർ ഹീറ്റർ തന്നെയായിരിക്കും. സോ ആ ഒരു യൂസ് ചെയ്യുന്ന സമയം നോക്കുമ്പോൾ 2-1 മണിക്കൂർ വർക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ, അല്ലെങ്കിൽ നിലവിലുള്ള ആ ഒരു ഓപ്ഷനുകളെല്ലാം തന്നെ ഒരു പെർ അവർ നമ്മൾ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ കൺസ്യൂം ചെയ്യുന്ന എനർജിയുടെ വാല്യൂ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അവിടെ വാട്ടർ ഹീറ്റർ തന്നെയാണ് ഏറ്റവും കൂടുതലായിട്ട് എനർജി കൺസ്യൂം ചെയ്യുന്നത്. യെസ്, ഓക്കെ. അപ്പൊ അത് മനസ്സിലാക്കിയിരുന്നാൽ മതി. ഇവിടെ എനർജി കൺസംഷൻ കൂടുതലുള്ള ഒരു അപ്ലയൻസസ് തന്നെയാണ് വാട്ടർ ഹീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മളുടെ ആ ഒരു മൊഡ്യൂളിൽ നിന്നും നമ്മുടെ റീസെന്റ് നടന്ന എക്സാമിന്, അല്ലെ, റീസെന്റ് നടന്ന ട്രേഡ്സ്മാൻ പ്ലംബർ എക്സാമിന് നമ്മുടെ സിലബസ് പ്രകാരം വന്നിട്ടുള്ള ചോദ്യങ്ങൾ. 10 ചോദ്യങ്ങൾ ഇവയാണ്. അപ്പോൾ ഇത് വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാത്ത ചോദ്യങ്ങളായിരുന്നു കഴിഞ്ഞ എക്സാമിന് വന്നത്. അപ്പോൾ ഈ ഒരു പാറ്റേൺ തന്നെയായിരിക്കും പൊതുവെ ഉള്ള പാറ്റേണുകൾ തന്നെയാവും സാധാരണ വരാൻ സാധ്യത ഉള്ളത്. പൊതുവെ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഹീറ്റിംഗ് സിസ്റ്റവുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ വാട്ടർ ലൈക്ക് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗുമായി ബന്ധപ്പെട്ടൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളെ അതിനകത്ത് വന്നു കണ്ടിട്ടുള്ളൂ. നമുക്കത് മറ്റു ചോദ്യങ്ങളിലേക്ക് നമുക്ക് കടന്നു പോകാം. ചോദ്യം ഇതാണ്: ഡാഷ് ഈസ് ദ എനർജി in transmit from one matter of a body to another due to difference in temperature. ടെമ്പറേച്ചർ ഡിഫറൻസ് കാരണം അവിടെ ഏത് എനർജിയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടാവുക? അല്ലെ, ടെമ്പറേച്ചർ ഡിഫറൻസ് കാരണം ഏത് എനർജിയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടാവുക? So energy in transmit from one matter of body to another due to difference in temperature. Temperature difference കാരണം ട്രാൻസ്ഫർ ചെയ്യുന്നത് എന്താണ്? എനർജി ഏതാണ്? യെസ്, ഓപ്ഷൻ എ കൊടുത്തിരിക്കുന്നത് എയർ, ഓപ്ഷൻ ബി ഹീറ്റ്, ഓപ്ഷൻ സി ടെമ്പറേച്ചർ, ഓപ്ഷൻ ഡി ഇലക്ട്രിസിറ്റി. സംശയമൊന്നുമില്ല, ഹീറ്റ് എനർജി തന്നെയാണ്. ഹീറ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഫോം ഓഫ് എനർജി, അല്ലെ, ഇതൊരു എനർജിയാണ്. ഇറ്റ്സ് എ ഫോം ഓഫ് എനർജി. ഹീറ്റ് എന്ന് പറയുന്നത് ഒരു ഫോം ഓഫ് എനർജിയാണ്, അല്ലെ, സംശയമൊന്നുമില്ല. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. Identify the correct statement regarding heat and temperature. ഹീറ്റും ടെമ്പറേച്ചറും തമ്മിൽ ഉള്ള കറക്റ്റ് ആയിട്ടുള്ള റിലേഷൻ ഏതാണ്? കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണ്? സോ ഹീറ്റ് ഈസ് ദ ടോട്ടൽ കൈനറ്റിക് എനർജി ഓഫ് ദ ബോഡി. ഹീറ്റ് ഈസ് ദ ടോട്ടൽ കൈനറ്റിക് എനർജി ഓഫ് ദ ബോഡി. ഓപ്ഷൻ ബി ടെമ്പറേച്ചർ ഈസ് ദ ആവറേജ് കൈനറ്റിക് എനർജി ഓഫ് ദ ബോഡി. ഓപ്ഷൻ സി a body's degree of hotness. A body's degree of hotness or coldness is termed as heat. Option D, heat transfer takes place from cold body to hot body. Cold body to hot body. Heat transfer നടക്കുന്നത് കോൾഡ് ബോഡിയിൽ നിന്നും ഹോട്ട് ബോഡിയിലേക്കാണെന്നാണ് ഓപ്ഷൻ ഡി പറയുന്നത്. യെസ്, ഇവിടെ ഉത്തരമായിട്ട് വരുന്നുണ്ടാവും ഏതായിരിക്കും? ബോഡി ഈസ് ഡിഗ്രി ഓഫ് ഹോട്ട്നെസ് അല്ലെങ്കിൽ കോൾഡ്നെസ് എന്ന് പറയുന്നത്, ഡിഗ്രി ഓഫ് ഹോട്ട്നെസ് അല്ലെങ്കിൽ കോൾഡ്നെസ് എന്ന് പറയുന്നത് അതിനെ ടെമ്പറേച്ചർ എന്നാണ് പറയാം. ടെമ്പറേച്ചർ എല്ലായ്പ്പോഴും ഹീറ്റ് ഹോട്ട് ബോഡിയിൽ നിന്നും കോൾഡ് ബോഡിയിലേക്കായിരിക്കും പോകുന്നുണ്ടാവുക, അല്ലെ. ഹോട്ട് ബോഡിയിൽ നിന്നും കോൾഡ് ബോഡിയിലേക്കായിരിക്കും ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നുണ്ടാവുക നോർമലി, സാധാരണഗതിയിൽ. ഓക്കെ, അപ്പോൾ ഇവിടെ ഉത്തരമായിട്ട് വരുന്നുണ്ടാവുക ദാറ്റ് ഈസ് കൈനറ്റിക്, ദാറ്റ് ഈസ് ഹീറ്റ് ഈസ് ദ ടോട്ടൽ കൈനറ്റിക് എനർജി ഓഫ് ദ ബോഡി. ടെമ്പറേച്ചർ ഈസ് ദ ആവറേജ് കൈനറ്റിക് എനർജി ഓഫ് ദ ബോഡി. ഈ രണ്ട് സ്റ്റേറ്റ്മെന്റും വളരെ കറക്റ്റ് ആണ്. ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. ഓപ്ഷൻ സി ആണ് നമ്മൾ, എയും ബിയും ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. സിയും ഡിയും റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ ഹീറ്റും ടെമ്പറേച്ചറുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട സ്റ്റേറ്റ്മെന്റിലേക്ക് വരാം. ദാറ്റ് ഈസ് ഹീറ്റ് ഈസ് ദ ഫോം ഓഫ് എനർജി. ഹീറ്റ് എന്ന് പറയുന്നത് ഒരു എനർജി ഫോം ആണ്, സംശയമില്ല. ഹീറ്റ് ട്രാൻസ്ഫർ ടേക്സ് പ്ലേസ് ഫ്രം ഹോട്ട് ടു കൂളർ ഒബ്ജക്ട്, അതായത് എല്ലായ്പ്പോഴും ഹോട്ടിൽ നിന്നും കൂളറിലേക്കാണ് ആ ഒരു ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നുണ്ടാവുക. ഹീറ്റ് ഈസ് ദ ടോട്ടൽ കൈനറ്റിക് എനർജി ഓഫ് ദ ബോഡി. അതുപോലെ തന്നെ ഈ പറയുന്ന ഹോട്ട് കോൾഡ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഡിഗ്രി ഓഫ് ഹോട്ട്നെസ്
അല്ലെങ്കിൽ ഡിഗ്രി ഓഫ് കോൾഡ്നെസ്, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, അതിന്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നുണ്ട്. സോ ഡിഗ്രി ഓഫ് ഹോട്ട്നെസ് ഓർ കോൾഡ്നെസ് ഓഫ് ദ ബോഡി ഈസ് കോൾഡ് ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഇറ്റ്സ് ആൻ ആവറേജ് കൈനറ്റിക് എനർജി ഓഫ് ബോഡി, അല്ലെ? അതൊരു ആവറേജ് കൈനറ്റിക് എനർജി, മറ്റേത് എന്താണ് ടോട്ടൽ കൈനറ്റിക് എനർജി ആണെന്നുള്ളൂ. രണ്ട് ടൈം മാത്രം മനസ്സിലാക്കി വെച്ചാൽ മതി. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ഈ ഹീറ്റ് എന്ന് പറയുന്ന എനർജി ഉണ്ടല്ലോ, ഹീറ്റ് എന്ന് പറയുന്ന എനർജിയുടെ യൂണിറ്റ്, സോ യൂണിറ്റ് ഓഫ് ഹീറ്റ് ഇൻ CGS സിസ്റ്റം, സെന്റിമീറ്റർ ഗ്രാം സെക്കൻഡ്. CGS സിസ്റ്റത്തിലെ ഹീറ്റിന്റെ യൂണിറ്റ് എന്താണ്? ഓപ്ഷൻ എ ജൂൾ, ഓപ്ഷൻ ബി CHU, ഓപ്ഷൻ സി കലോറി, ഓപ്ഷൻ ഡി BTU. സെന്റിഗ്രേഡ് ഹീറ്റ് യൂണിറ്റ്, അതുപോലെ തന്നെ കലോറി, ബ്രിട്ടീഷ് തെർമൽ യൂണിറ്റ് BTU. അപ്പൊ CGS സിസ്റ്റം നമുക്കറിയാം, MKS അല്ലെ, CGS, SI അങ്ങനെയുള്ള യൂണിറ്റുകൾ നമ്മൾ സാധാരണ. ഓക്കെ, അപ്പൊ CGS സിസ്റ്റത്തില് നമ്മളുടെ ഹീറ്റിന്റെ യൂണിറ്റ് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാല് കലോറീസ് ആണ് നമ്മുടെ ഉത്തരമായിട്ട്. ജൂള് നമുക്കറിയാം, അത് SI യൂണിറ്റ് ആണ്. ഇത്തരത്തിൽ എനർജിയുടെ SI യൂണിറ്റ് ആണ് ജൂൾ എന്നുള്ളത്. അതിലേക്ക് നമുക്ക് വരാം. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് CGS സിസ്റ്റത്തില് നമ്മളുടെ ഹീറ്റിന്റെ യൂണിറ്റ്, ടെമ്പറേച്ചറിന്റെ യൂണിറ്റ്, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ എന്താണ് ഇവിടെ CGS സിസ്റ്റത്തിലാണെങ്കിൽ അത് കലോറി ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക. കലോറീസ് ആണ് നമ്മൾ ഉത്തരമായിട്ട് വരിക. മറ്റൊരു ചോദ്യത്തിലേക്ക് നമുക്ക് വരാം. ചോദ്യം ശ്രദ്ധിച്ചോളൂ. The amount of heat required to raise the temperature of 1 pound of water through 1 degree centigrade. 1 പൗണ്ട് ഭാരമുള്ള വെള്ളത്തിൽ 1 ഗ്രാം നമ്മൾ ടെമ്പറേച്ചർ റൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ മെയിൻറ്റെയിൻ ചെയ്യേണ്ട, അല്ലെങ്കിൽ അവിടെ യൂസ് ചെയ്യുന്ന ഹീറ്റിന്റെ എമൗണ്ടിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? യെസ്, the amount of heat required to raise the temperature of 1 pound of water through 1 degree Celsius. Okay, so അത് ഗ്രാമിലല്ല ഇവിടെ കൊടുത്തിരിക്കുന്നത്, പൗണ്ടിലാണ്. പൗണ്ട്. അപ്പോൾ ഓപ്ഷൻ എ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി, ഓപ്ഷൻ ബി BTU, ഓപ്ഷൻ സി കലോറി, ഓപ്ഷൻ ഡി CHU. യെസ്, ഇവിടെ നമ്മളുടെ ഉത്തരം എന്താ വരിക? ഇവിടെ നമ്മുടെ ഉത്തരം CHU. യെസ്, എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. സോ അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ടത് SI യൂണിറ്റ് ഓഫ് ഹീറ്റ് എന്ന് പറയുന്ന ജൂൾ ആണ്. നേരത്തെ പറഞ്ഞു CGS സിസ്റ്റത്തിന്റെ അതിന്റെ യൂണിറ്റ് കലോറി ആണ്. അതുപോലെ തന്നെ SI സിസ്റ്റത്തിന്റെ യൂണിറ്റ് ജൂൾ ആണ്. SI സിസ്റ്റത്തിൽ എനർജിയുടെ യൂണിറ്റ് ജൂള്, CGSല് എനർജിയുടെ യൂണിറ്റ് കലോറി. ഓക്കെ, ഓർത്തിരിക്കാം. ഇനി അപ്പൊ ഈ കലോറി എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? കലോറി എന്ന് ഉദ്ദേശിക്കുന്ന എമൗണ്ട് ഓഫ് ഹീറ്റ് റിക്വയർഡ് ടു ഇൻക്രീസ് ദ ടെമ്പറേച്ചർ ഓഫ് 1 gram ഓഫ് വാട്ടർ ബൈ 1 degree Celsius is known as 1 calorie. അതാണ് SIയിൽ പറയുന്നത്. അതാണ് കലോറി എന്ന് പറയുന്നത്. കലോറി. അവിടെ ഈ സെന്റിഗ്രേഡ് ഹീറ്റ് യൂണിറ്റും ബ്രിട്ടീഷ് തെർമൽ യൂണിറ്റിന്റെ പ്രത്യേകത നിങ്ങൾ അവിടെ ശ്രദ്ധിച്ചാൽ മതി. അവിടെ 1 പൗണ്ട്, രണ്ടിടത്തും പൗണ്ട് തന്നെയാണ്. 1 പൗണ്ട് അവിടെ സെന്റിഗ്രേഡ് ഹീറ്റ് യൂണിറ്റ് ആവുന്നതാണെങ്കിൽ 1 pound ഓഫ് വാട്ടർ ത്രൂ 1 degree സെന്റിഗ്രേഡ്. 1 degree സെന്റിഗ്രേഡ് ആവുമ്പോൾ സെന്റിഗ്രേഡ് ഹീറ്റ് യൂണിറ്റ്. അതുപോലെ തന്നെ ബ്രിട്ടീഷ് തെർമൽ യൂണിറ്റ് BTU എന്ന് പറയുമ്പോൾ അവിടെ എമൗണ്ട് ഓഫ് ഹീറ്റ് റിക്വയർഡ് ടു റൈസ് ദ ടെമ്പറേച്ചർ ഓഫ് 1 pound ഓഫ് വാട്ടർ ത്രൂ 1 degree ഫാരൻഹീറ്റ്. 1 degree ഫാരൻഹീറ്റ് ആണെന്നുണ്ടെങ്കിൽ അത് BTU. 1 degree സെൽഷ്യസ് ആണെന്നുണ്ടെങ്കിൽ അത്, അതായത് 1 pound ഓഫ് വാട്ടർ ത്രൂ 1 degree സെൽഷ്യസ് ആണെന്നുണ്ടെങ്കിൽ അത് CHU, ദാറ്റ് ഈസ് സെന്റിഗ്രേഡ് ഹീറ്റ് യൂണിറ്റ്. ഓക്കെ, സോ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത് ഇവിടെ നമ്മളുടെ ഒരു യൂണിറ്റുമായി ബന്ധപ്പെട്ട്. ഓക്കെ, മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. 1 calorie ഈസ് ഈക്വൽ ടു ഹൗ മെനി ജൂൾസ്? ഇതൊക്കെ ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ പറയുന്നത്. 1 calorie ഈസ് ഈക്വൽ ടു ഹൗ മെനി ജൂൾസ്? ഒരു കലോറി എന്ന് പറയുന്നത് എത്ര ജൂളാണ്? അതായത് SIയും CGSും തമ്മിലുള്ള ബന്ധം, അല്ലെങ്കിൽ 1 calorie ഈസ് ഈക്വൽ ടു ഹൗ മെനി ജൂൾസ്? ഓപ്ഷൻ എ 0.4186 ജൂൾ, ഓപ്ഷൻ ബി 0.04186 ജൂൾ, ഓപ്ഷൻ സി 4.186 ജൂൾ, ഓപ്ഷൻ ഡി 41.86. ഓക്കെ, സംശയമൊന്നുമില്ല. 4.186 ജൂൾ ആണ്
നമ്മളുടെ ഉത്തരമായിട്ട് വരിക. ഓക്കെ, അപ്പൊ ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ എടുത്ത് പറയുന്ന കാര്യമാണ്. യൂണിറ്റ് കൺവേർഷനുമായി ബന്ധപ്പെട്ടാണ്. 1 കലോറി എന്ന് പറയുന്നത് 4.18, ഇതാണ് ചോദ്യമായിട്ട് വന്നത്. 1 കലോറി ഈസ് ഈക്വൽ ടു 4.186 ജൂള്. 4.186 ജൂള്. 1 ജൂള് 0.00239,006 കിലോ കാലോറി എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കാം. അതെന്നുണ്ടെങ്കിൽ ഇൻ ടേംസ് ഓഫ് BTU കാണുന്നുണ്ട്. സോ ഇതൊന്നും അങ്ങനെ ചോദിക്കാൻ സാധ്യതയില്ല. അല്ലെങ്കിൽ 1 BTU is equal to 252 കലോറി, അല്ലെങ്കിൽ 1 CHU is equal to 1.8 BTU, അല്ലെങ്കിൽ കറസ്പോണ്ടിങ് 453.6 കലോറീസ്. ഓർത്തിരുന്നാൽ മതി. അപ്പൊ ഇവിടെ പ്രധാനമായിട്ടും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ടത് 1 കലോറി ഈസ് ഈക്വൽ ടു എത്ര ജൂള്. സിമ്പിൾ ആയിട്ടുള്ള കാര്യം മാത്രം പ്രധാനമായിട്ടും ഓർത്തിരിക്കാം. ഓക്കെ, അതാണ് വളരെ ബേസിക് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. 1 കലോറി ഈസ് ഈക്വൽ ടു 4.186 ജൂള്. ബാക്കിയൊന്നും പഠിച്ചില്ലെങ്കിലും ഇത് കൃത്യമായിട്ട് പഠിക്കാം. ഓക്കെ, അത് ഓർത്തിരിക്കേണ്ടതായിട്ടുണ്ട്. മറ്റു ചോദ്യത്തിലേക്ക് വരാം. ഐഡന്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് ദ ഹീറ്റ് ഗെയിൻ ഓർ ലോസ്. അല്ലെ, ഹീറ്റ് ഗെയിൻ ചെയ്യുന്നത് അല്ലെങ്കിൽ ഹീറ്റ് നഷ്ടപ്പെടുന്നതുമായി ബന്ധപ്പെട്ട് എന്താണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്? ഗെയിൻ ഓർ ലോസ്. ഓപ്ഷൻ പറയുന്നത് ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ആണ്. ഓപ്ഷൻ ബി ചേഞ്ച് ഇൻ സൈസ്. ഓപ്ഷൻ സി ചേഞ്ച് ഇൻ സ്ട്രക്ചർ. ഓപ്ഷൻ ഡി ചേഞ്ച് ഇൻ ഫിസിക്കൽ പ്രോപ്പർട്ടി. സോ താഴെ തന്നിരിക്കുന്ന ഈ 4 സ്റ്റേറ്റ്മെന്റ്, അതിൽ എന്താണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് ഹീറ്റ് ഗെയിൻ ഓർ ലോസ്? ഹീറ്റ് ഗെയിൻ ചെയ്യാനോ നഷ്ടപ്പെടാനോ, അതിൽ റിസൾട്ട്സ് ഇൻ, അല്ലെ, ഹീറ്റ് ഗെയിൻ ചെയ്യുമ്പോൾ എന്താവുന്നു, അല്ലെങ്കിൽ ഹീറ്റ് നഷ്ടപ്പെടുമ്പോൾ എന്ത് സംഭവിക്കുന്നു? സോ അവിടെ റിസൾട്ട്സ് ഇൻ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ, ടെമ്പറേച്ചർ ചേഞ്ച് ആവും. സൈസിന് വ്യതിയാനം സംഭവിക്കുന്നു. സ്ട്രക്ചറിന് ചേഞ്ച് വരുന്നു. ഫിസിക്കൽ പ്രോപ്പർട്ടിക്ക് ചേഞ്ച് വരുന്നു. നമുക്കറിയാലേ, ഹീറ്റ് ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട് അല്ലെന്നുണ്ടെങ്കിൽ ഹീറ്റുമായി ബന്ധപ്പെട്ട് ഹീറ്റ് കൂടുമ്പോൾ സംഭവിക്കുന്നത് എന്ത്, ഹീറ്റ് കുറയുമ്പോൾ എന്ത് സംഭവിക്കുന്നു. അപ്പൊ അവിടെ ഉണ്ടാകുന്ന ചേഞ്ചസ്, ടെമ്പറേച്ചറിന് ചേഞ്ച് വരും, സൈസ് വികസിക്കുന്നുണ്ടാകും, ചിലപ്പോൾ സങ്കോചിക്കുന്ന അല്ലെങ്കിൽ അത് കോൺട്രാക്ട് ചെയ്യുന്നുണ്ടാകും, എക്സ്പാൻഡ് ചെയ്യുന്നുണ്ടാകും. ഇന്റേണൽ സ്ട്രക്ചറിന് ചേഞ്ച് ചെയ്ത് വരുന്നുണ്ടാവും, എക്സ്റ്റേണൽ സ്ട്രക്ചറിന് ചേഞ്ച് വരും, ഫിസിക്കൽ ആയിട്ടുള്ള അതിന്റെ പ്രോപ്പർട്ടി ചേഞ്ചസ് വരുന്നുണ്ടാകും. അങ്ങനെയൊക്കെയുള്ള പ്രത്യേകത വരുന്നു എന്നുള്ളതാണ് ഈ പറയുന്ന ഹീറ്റ് ഗെയിൻ അല്ലെങ്കിൽ ലോസ് അതിന്റെ കാരണമായിട്ട് റിസൾട്ട് ഉണ്ടാവുക. അപ്പൊ എല്ലാം തന്നെ ഉത്തരം കറക്റ്റ് ആണ്, എല്ലാം കറക്റ്റ് തന്നെയാണ്. യെസ്, ഓപ്ഷൻ ഡി വിൽ ബി ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. ഓക്കെ, മറ്റു ചോദ്യം, ദ യൂണിറ്റ് ഓഫ് ഹീറ്റ് കപ്പാസിറ്റി. ഹീറ്റ് കപ്പാസിറ്റിയുടെ യൂണിറ്റ് ഓഫ് ഹീറ്റ് കപ്പാസിറ്റി ജൂള്, ജൂൾ പെർ കിലോഗ്രാം, ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ, ജൂൾ പെർ കെൽവിൻ. The unit of heat capacity. സോ ഇങ്ങനെ ചോദ്യം വരികയാണെന്നുണ്ടെങ്കിൽ ഹീറ്റ് കപ്പാസിറ്റി യൂണിറ്റ് ജൂൾ പെർ കെൽവിൻ ആണ് കേട്ടോ. ജൂൾ പെർ കെൽവിൻ ആണ് നമ്മൾ ഉത്തരമായിട്ട് വരിക. ജൂൾ പെർ കെൽവിൻ. So heat capacity അല്ലെന്നുണ്ടെങ്കിൽ thermal capacity is defined as the amount of heat energy required to raise the temperature of given quantity of matter by 1 unit. അല്ലെ, ഒരു യൂണിറ്റ്, ഒരു ക്വാണ്ടിറ്റി ഓഫ് മാറ്ററിനെ ഒരു യൂണിറ്റ് ടെമ്പറേച്ചർ റൈസ് ചെയ്യാൻ എടുക്കുന്ന ഒരു എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജിനെ നമ്മൾ തെർമൽ കപ്പാസിറ്റി, ഹീറ്റ് കപ്പാസിറ്റി. സോ യൂണിറ്റ് ഓഫ് ഹീറ്റ് കപ്പാസിറ്റി ജൂൾ പെർ കെൽവിൻ അല്ലെങ്കിൽ ജൂൾ പെർ ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, മാത്തമാറ്റിക്കലി നമുക്ക് Q is equal to MC എന്ന് പറയാം. MC, that is Q എന്ന് പറയുന്നത് that is അവിടുത്തെ heat capacity ആണ്, that is heat energy required to bring about the temperature change. M എന്ന് പറയുന്നത് corresponding mass of the substance and C is the specific heat. മനസ്സിലാക്കിയിരുന്നാൽ മതി ഇത്തരത്തിൽ എന്താണ് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. മറ്റു ചോദ്യത്തിലേക്ക് വരാം. ഹീറ്റുമായി ബന്ധപ്പെട്ട് the quantity of heat required to raise the temperature of 1 gram of substance to 1 degree Celsius. 1 gram of substance to 1 degree Celsius. Specific heat, latent heat, caloric value, sensible heat. Yes. സംശയം വേണ്ട, സ്പെസിഫിക് ഹീറ്റ് അല്ലെ, സ്പെസിഫിക് ഹീറ്റ് തന്നെയാണ് നമ്മുടെ ഉത്തരം. സ്പെസിഫിക് ഹീറ്റ് അല്ലെ, 1 gram of substance through 1 degree Celsius എന്നാണ്. There is specific heat is the quantity of heat required to raise the temperature of 1 gram of substance by 1 degree Celsius. ലേറ്റന്റ് ഹീറ്റ്, കലോറിഫിക് വാല്യൂ, സെൻസിബിൾ ഹീറ്റ്. അപ്പൊ ലേറ്റന്റ് ഹീറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ലേറ്റന്റ് ഹീറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? സോ അവിടെ ഒരു ഫിസിക്കൽ ചേഞ്ച് ഉണ്ടാവാൻ വേണ്ടിയിട്ട് അവിടെ ഇന്റേണൽ ആയിട്ട് എനർജി ചേഞ്ച് അല്ലെ, ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ അതിനെയാണ് നമ്മൾ ലേറ്റന്റ് ഹീറ്റ് എന്ന് പറയുന്നുണ്ടാവുക. സോ ഫിസിക്കൽ ചേഞ്ച് ഉണ്ടാവാനായിട്ട് അല്ലെ,
സോ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഉണ്ടാകുന്നുണ്ടോ അതിന്റെ ഫലമായിട്ട്. ഓക്കെ, ദാറ്റ് ഈസ് ഹീറ്റ് റിക്വയർഡ് ടു ചേഞ്ച് ദ സ്റ്റേറ്റ് ഓഫ് സബ്സ്റ്റൻസ്. അല്ലെ, ആ ഒരു സബ്സ്റ്റൻസിന്റെ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യുന്നുണ്ടാകും വിത്തൗട്ട് ചേഞ്ചിങ് ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആക്കി നിർത്തിക്കൊണ്ട് ആ ഒരു സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യുന്ന ആ ഒരു ഹീറ്റിനെയാണ് നമ്മൾ ലേറ്റന്റ് ഹീറ്റ് എന്ന് പറയുന്നത്. ലേറ്റന്റ് ഹീറ്റ് അല്ലെ. സോ ആ ഒരു ഹീറ്റാണ് ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആക്കി നിർത്തിക്കൊണ്ട് ആ ഒരു പർട്ടിക്കുലർ മെറ്റീരിയലിന്റെ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യാനായിട്ടുള്ള ഹീറ്റ് റിക്വയർമെന്റ്, അതിനാണ് ലേറ്റന്റ് ഹീറ്റ് എന്ന് പറയുന്നത്. കലോറിഫിക് വാല്യൂ നേരത്തെ പറഞ്ഞതുപോലെ എന്താണ്, ഹീറ്റ് എനർജി റിലീസ് ബൈ ദ കംപ്ലീറ്റ് കമ്പഷൻ ഓഫ് എ ഫ്യൂൽ. അല്ലെ, ഒരു കമ്പഷൻ, ഫ്യൂലിന്റെ കമ്പഷൻ കാരണം അവിടെ ഉണ്ടാകുന്ന കംപ്ലീറ്റ് റിലീസ് എനർജി നമ്മൾ കലോറിഫിക് വാല്യൂ എന്ന് പറയാം. സെൻസിബിൾ ഹീറ്റ് എന്ന് പറയുന്നുണ്ടാവുക, സോ ഹീറ്റ് ദാറ്റ് കോസസ് ദ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ബട്ട് ഡസ് നോട്ട് ഡിഫൈൻ പെർ യൂണിറ്റ് മാസ് ആൻഡ് ഡിഗ്രി. ഇത്തരത്തിൽ ആളുകൾ പ്രത്യേകം വെച്ചാൽ നേരത്തെ ലേറ്റന്റ് ഹീറ്റ് പറഞ്ഞപ്പോൾ അവിടെ സ്റ്റേറ്റ് ചേഞ്ച് ഉണ്ടാകുന്നു എന്ന് പറഞ്ഞു അല്ലെ. എന്നാൽ ഇവിടെ സ്റ്റേറ്റ് ചേഞ്ച് ഉണ്ടാവാതെ തന്നെ അവിടെ ഹീറ്റ് എനർജി അബ്സോർബ് ചെയ്യാനുള്ള സെൻസിബിൾ ഹീറ്റ് എന്ന് പറയുന്നുണ്ടാവും. മനസ്സിലാക്കിയിരുന്നാൽ മതി എന്താന്നുള്ള ഐഡിയ, ബേസിക് ഐഡിയ ആണ്. മറ്റൊരു ചോദ്യം, സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഓഫ് വാട്ടർ. വെള്ളത്തിന്റെ കപ്പാസിറ്റി എത്രയാണ്? സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഓഫ് വാട്ടർ ടെക്സ്റ്റ് ബുക്കിൽ എടുത്ത് കൊടുത്തിട്ടുണ്ട്, ടേബിളോട് കൂടിയിട്ട് കൊടുത്തിട്ടുണ്ട്. സ്പെസിഫിക് ഹീറ്റ് ഓപ്ഷൻ എ 1 ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഓഫ് വാട്ടർ വളരെ സിമ്പിൾ ചോദ്യമാണ്. എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന ടേബിൾ ആണ്. അപ്പൊ വാട്ടർ മാത്രമല്ല, ഈ പറഞ്ഞ വാല്യൂസ് ഒക്കെ മനസ്സിലാക്കി വെക്കുക. സോ ഹീറ്റ് ഓഫ് വാട്ടർ ആണെങ്കിൽ അത് 1, അലൂമിനിയം ആണെന്നുണ്ടെങ്കിൽ 0.22, കോപ്പർ ആണെങ്കിൽ 0.1, അയൺ ആണെങ്കിൽ 0.12. സോ ഈ 4 വാല്യൂ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ എടുത്ത് പറയുന്ന വാല്യൂസ് ആണ്, നമുക്ക് ചോദിക്കാം. ഓക്കെ, വാട്ടർ 1, അലൂമിനിയം 0.22, കോപ്പർ ആണെങ്കിൽ 0.1, അയൺ ആണെങ്കിൽ 0.12 ഓർത്തിരിക്കാം. മറ്റൊരു ചോദ്യം, ദ ഡിവൈസ് യൂസ്ഡ് ടു മെഷർ ദ ഹീറ്റ് ഫ്ലോ. ഹീറ്റ് ഫ്ലോ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഹീറ്റ് ഫ്ലോ ആണ്. ഡിവൈസ് യൂസ്ഡ് ടു മെഷർ ദ ഹീറ്റ് ഫ്ലോ. ടെമ്പറേച്ചർ അല്ല, ഹീറ്റ് ഫ്ലോ ആണ് നമ്മൾ ചോദ്യം വരിക. സോ ഡിവൈസ് യൂസ്ഡ് ടു മെഷർ ദ ഹീറ്റ് ഫ്ലോ. തെർമോകപ്പിൾ, തെർമോമീറ്റർ, എനർജി മീറ്റർ, കലോറിമീറ്റർ. ഹീറ്റിന്റെ ഫ്ലോ, ഹീറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ്സ് എ ഫോം ഓഫ് എനർജി. ഹീറ്റ് ഒരു എനർജി അല്ലേ, എനർജി. അപ്പൊ എനർജിയുടെ ഫ്ലോ അല്ലെ നമുക്ക് മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തായിരിക്കും? അപ്പോ ഓപ്ഷൻ ഡി, കലോറിമീറ്റർ. ഹീറ്റ് എനർജിയുടെ ഫ്ലോ ആയതുകൊണ്ട് കലോറിമീറ്റർ. എനർജി മീറ്റർ ഉണ്ട്, നമ്മൾ സാധാരണ KSEBയുടെ ഒക്കെ മീറ്റർ അല്ലെ, KSEBയുടെ മീറ്റർ നമ്മൾ എനർജി മീറ്റർ എന്ന് പറയാം. സോ അത് ഇലക്ട്രിക്കൽ എനർജിയാണ്, എനർജി മീറ്റർ. തെർമോമീറ്റർ നമ്മൾ ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാറുണ്ട് അല്ലെ, തെർമോമീറ്റർ. Thermometer is used for measuring temperature only. Energy meter measures electrical energy consumption. Okay, thermocouple എന്ന് പറയുന്നത് എന്താണ്? ഇത്തരത്തിൽ വോൾട്ടേജ് ഡിഫറൻസ് കാരണം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും? മെഷർമെന്റ്, ദാറ്റ് ഈസ് ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്നുണ്ടാവും. EMF ജനറേറ്റ് ചെയ്യുന്നുണ്ടാവും. സോ ആ EMFന്റെ ആ ഒരു വ്യത്യാസം കാരണം ഉണ്ടാവുന്നതാണ് നമ്മൾ ടെമ്പറേച്ചർ ആയിട്ട് നമ്മൾ കാലിബ്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ടാവും. സോ അതാണ് തെർമോകപ്പിൾ. തെർമോകപ്പിൾ, തെർമോമീറ്റർ, എനർജി മീറ്റർ എന്താണെന്നുള്ള ഐഡിയ നമുക്ക് വന്നു കഴിഞ്ഞു. അപ്പൊ കലോറിമീറ്റർ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. എന്താണ് ഈ കലോറിമീറ്റർ എന്ന് പറയുമ്പോൾ? കലോറിമീറ്റർ എന്ന് പറഞ്ഞാൽ ഒരു ഡിവൈസ് ആണ്. എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നു? ടു മെഷർ ദ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് ഫ്ലോ. അവിടെ നടക്കുന്ന ഹീറ്റ് ഫ്ലോ മെഷർ ചെയ്യാൻ വേണ്ടി എത്രത്തോളം ഹീറ്റ് അബ്സോർബ് ചെയ്തു, എത്രത്തോളം ഹീറ്റ് അവിടെ നിന്ന് റിലീസ് ചെയ്തു, അതൊക്കെയാണ് അവിടെ ഉദ്ദേശിക്കുന്ന ഹീറ്റ് ഫ്ലോ. അപ്പൊ ഹീറ്റാണ് കലോറിമീറ്റർ എന്നുള്ളത് ഓർത്തിരിക്കുക, മനസ്സിലാക്കിയാൽ മതി. മറ്റൊരു ചോദ്യം, വാട്ട് ഈസ് ദ SI യൂണിറ്റ് ഓഫ് ടെമ്പറേച്ചർ? ടെമ്പറേച്ചറിന്റെ SI യൂണിറ്റ് മിക്കപ്പോഴും ഒക്കെ ചോദിക്കാനുള്ള ചോദ്യമാണ്, വളരെ ബേസിക് ചോദ്യമാണ് ഇതൊക്കെ, ഹീറ്റുമായി ബന്ധപ്പെട്ടും ഒക്കെ. SI യൂണിറ്റ് ഓഫ് ടെമ്പറേച്ചർ, ടെമ്പറേച്ചറിന്റെ SI യൂണിറ്റ് ഓഫ് ടെമ്പറേച്ചർ. ഹീറ്റ് അല്ല, ഹീറ്റ് വേറെ, ടെമ്പറേച്ചർ വേറെ. SI യൂണിറ്റ് ഓഫ് ടെമ്പറേച്ചർ, ടെമ്പറേച്ചറിന്റെ SI യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ഡി, കെൽവിൻ. ഓപ്ഷൻ ഡി, കെൽവിൻ. ടെമ്പറേച്ചറിന്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് കെൽവിനാണ്. ടെമ്പറേച്ചറിന്റെ SI യൂണിറ്റ് കെൽവിൻ, സംശയമില്ലല്ലോ. ഹീറ്റിന്റെ SI യൂണിറ്റ് ജൂള്. ഹീറ്റിന്റെ SI യൂണിറ്റ് ജൂള്. സെൽഷ്യസ് ടെമ്പറേച്ചർ, ഫാരൻഹീറ്റ് ടെമ്പറേച്ചർ. പക്ഷേ ടെമ്പറേച്ചറിന്റെ SI യൂണിറ്റ് ഓഫ് ടെമ്പറേച്ചർ അത് കെൽവിൻ. ഓക്കെ, അപ്പൊ അത് മനസ്സിലാക്കിയിരിക്കുക. മിക്കപ്പോഴും ചോദിച്ചു കാണാറുള്ളതാണ്, പ്രീവിയസ് ക്വസ്റ്റ്യൻ അതിനെയാണ് ഇതൊക്കെ. SI യൂണിറ്റ് ഓഫ് ടെമ്പറേച്ചർ കെൽവിൻ, SI യൂണിറ്റ് ഓഫ് ഹീറ്റ് അത് ജൂൾ. ഓക്കെ ആണല്ലോ.
മറ്റു ചോദ്യം, ഹീറ്റ് അബ്സോർബ്ഡ് ഓർ ഗിവൻ ഓഫ് ബൈ എ സബ്സ്റ്റൻസ് വിത്തൗട്ട് ചേഞ്ചിങ് ഇറ്റ്സ് ഫിസിക്കൽ സ്റ്റേറ്റ്. അല്ലെ, ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നു അല്ലെങ്കിൽ പുറത്തേക്ക് വിടുന്നു. അപ്പോൾ അവിടെ എന്താ സംഭവിക്കുന്ന? സബ്സ്റ്റൻസ് വിത്തൗട്ട് ചേഞ്ചിങ് ഇറ്റ്സ് ഫിസിക്കൽ സ്റ്റേറ്റ്, ഫിസിക്കൽ സ്റ്റേറ്റിന് വ്യത്യാസമൊന്നും ഉണ്ടാവാതെ, ശ്രദ്ധിക്കുക, ഫിസിക്കൽ സ്റ്റേറ്റിന് വ്യത്യാസമൊന്നും ഉണ്ടാവാതെ. നമ്മള് ലേറ്റന്റ് ഹീറ്റ് പറഞ്ഞപ്പോ എന്താ പറഞ്ഞേ? ആ ഒരു ഫിസിക്കൽ സ്റ്റേറ്റ് എന്താണ്? അവിടെ എന്താണ് ഈ പറഞ്ഞ കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിൽ ഫിസിക്കൽ സ്റ്റേറ്റ് മാറുന്നുണ്ട് അല്ലെ. ഓക്കെ, അപ്പൊ അതാണ് ഇവിടെ മനസ്സിലാക്കുന്നത്. അപ്പൊ ഇവിടെ എന്തായിരിക്കും ഉത്തരം വരിക? സോ ഇവിടെ സെൻസിബിൾ ഹീറ്റ് ആയിരിക്കും ഉത്തരം വരിക, സെൻസിബിൾ ഹീറ്റ്. അപ്പൊ അവിടെ മനസ്സിലാക്കേണ്ടത്, സെൻസിബിൾ ഹീറ്റ് എന്ന് പറയുന്നത് the heat absorbed or given off by a substance without changing its physical state. ഫിസിക്കൽ സ്റ്റേറ്റിന് യാതൊരുവിധ വ്യത്യാസവും ഇല്ലാതെ തന്നെ അവിടെ ഹീറ്റിനെ അബ്സോർബ് ചെയ്യുന്നു, റിലീസ് ചെയ്യുന്നു. ആണേ. എന്നാൽ ഫിസിക്കൽ സ്റ്റേറ്റിന് ചേഞ്ച് ഉണ്ടാകുന്നതാണ് നമ്മൾ നേരത്തെ കണ്ടത് എന്ത്? ദാറ്റ് ഈസ് ലേറ്റന്റ് ഹീറ്റ് എന്ന് പറയുന്നത്. അങ്ങനെയല്ലേ നമ്മൾ കണ്ടത്? സംശയമുണ്ടോ? പുറകോട്ട് പോകാം അല്ലേ. ഓക്കെ. So here heat required to change the state of substance without a change in temperature. ടെമ്പറേച്ചറിന് വ്യത്യാസമൊന്നും കൂടാതെ തന്നെ ആ ഒരു ഹീറ്റ് യൂസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഹീറ്റ് എടുത്തുകൊണ്ട് അല്ലെങ്കിൽ റിലീസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുന്നു? അവിടെ സ്റ്റേറ്റിന് ചേഞ്ച് സംഭവിക്കുന്നു. അതാണ് ലേറ്റന്റ് ഹീറ്റ് എന്ന് പറയുന്നത്. സെൻസിബിൾ ഹീറ്റ് എന്ന് പറയുമ്പോൾ ഇതേപോലെ തന്നെ സംഭവിക്കുന്നു, പക്ഷെ അവിടെ ഫിസിക്കൽ സ്റ്റേറ്റിന് ചേഞ്ച് ഉണ്ടാവില്ല. സോ അതാണ് തമ്മിലുള്ള വ്യത്യാസം. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? ഓക്കെ ആണോ? ഹീറ്റുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ ലേറ്റന്റ് ഹീറ്റും സെൻസിബിൾ ഹീറ്റും എന്താണെന്ന് മനസ്സിലാക്കിയിരുന്നാൽ മതി. ഓക്കെ, ഇവിടെ ഉത്തരം എന്താണ്? സെൻസിബിൾ ഹീറ്റ് ആണ് കേട്ടോ. മറ്റു ചോദ്യം, അക്കോർഡിംഗ് ടു കെൽവിൻ സ്കെയിൽ, നമുക്കറിയാം SI യൂണിറ്റ് ഓഫ് ടെമ്പറേച്ചർ ആണ് കെൽവിൻ. കെൽവിൻ സ്കെയിൽ പ്രകാരം ഫ്രീസിംഗ് ആൻഡ് ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ, വെള്ളത്തിന്റെ ഫ്രീസിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും എത്രയാണ്? കെൽവിൻ സ്കെയിൽ പ്രകാരം വെള്ളത്തിന്റെ ഫ്രീസിംഗും ബോയിലിംഗ് പോയിന്റും എത്രയാണ്? നമ്മൾ നേരത്തെ ഫാരൻഹീറ്റ് പ്രകാരം 32 ഡിഗ്രി ഫ്രീസിംഗ് പോയിന്റും അതുപോലെ തന്നെ 212 ഡിഗ്രി കെൽവിൻ, 212 ഡിഗ്രി ഫാരൻഹീറ്റ് ബോയിലിംഗ് പോയിന്റ് നമ്മൾ കണ്ടിരുന്നു. ഇവിടെ കെൽവിൻ സ്കെയിൽ പ്രകാരം എത്രയാണെന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ സി വിൽ ബി ദ റൈറ്റ് ആൻസർ. 273 ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. അത്രയും ഡിഗ്രി കെൽവിൻ അല്ലെങ്കിൽ അത്രയും കെൽവിനാണ് ഉത്തരമായിട്ട് വരിക. അപ്പൊ ഇവിടെ നോക്കി നമ്മുടെ സ്കെയിൽ, ടെമ്പറേച്ചറിന്റെ സ്കെയിലുകളാണ് ഡിഗ്രി സെൽഷ്യസ്, ഫാരൻഹീറ്റ്, കെൽവിൻ സ്കെയില്, റൂമർ സ്കെയിൽ. അങ്ങനെ 4 സ്കെയിലുകളാണ് പ്രധാനമായിട്ടുള്ളത്. അപ്പൊ നമുക്കറിയാം വെള്ളത്തിന്റെ കേസ് എത്ര ഡിഗ്രി സെന്റിഗ്രേഡിലാണ്? അത് 0 ഡിഗ്രിയിലാണ് അത് ഐസ് ആവുന്നുണ്ടാവുക, ഫ്രീസ് ചെയ്യുന്നുണ്ടാവുക. 100 ഡിഗ്രി 100 ഡിഗ്രി ആകുമ്പോൾ അത് തിളനിലയാണെന്നുള്ളത് അറിയാം അല്ലെ. സോ ബോയിലിംഗ് പോയിന്റ്. നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഫാരൻഹീറ്റുമായി ബന്ധപ്പെട്ട് 32 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ് ദാറ്റ് ഈസ് ഫ്രീസിംഗ് പോയിന്റ്. 212 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ് നമ്മളുടെ ബോയിലിംഗ് പോയിന്റ്. കെൽവിൻ ആണെന്നുണ്ടെങ്കിൽ 273 കെൽവിൻ ആണ് കറസ്പോണ്ടിങ് ഫ്രീസിംഗ്. പ്ലസ് 100 ആഡ് ചെയ്യുക, 373 ആണ് ബോയിലിംഗ് പോയിന്റ്. ഇനി റൂമർ സ്കെയിൽ ആണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് 0 ഡിഗ്രി തന്നെയാണ് ഫ്രീസിംഗ് പോയിന്റ്. 80 ഡിഗ്രി സെൽഷ്യസ് ആണ് റൂമർ സ്കെയിൽ ആണ് നമ്മളുടെ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. അത് മനസ്സിലാക്കിയിരുന്നാൽ മതി. പ്രധാനമായിട്ടും സെന്റിഗ്രേഡും ഫാരൻഹീറ്റും കെൽവിനും അത്യാവശ്യമായിട്ടും ഓർത്തിരിക്കേണ്ടതായിട്ടുണ്ട്, ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ക്ലിയർ ആണെന്ന് കരുതുന്നു. ദെൻ അവിടെ നമ്മൾ ഈ പറയുന്ന ടെമ്പറേച്ചർ സ്കെയിലിന്റെ റിലേഷൻ ഇങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്. ദാറ്റ് ഈസ് C/100 ഈസ് ഈക്വൽ ടു A minus 273 divided by 100 is equal to R/80 is equal to F-32/180. നമ്മൾ നേരത്തെ ഈ രണ്ട് റിലേഷൻ മാത്രമായിരുന്നു കണ്ടിരുന്നത്. C is equal to F-32/180 is equal to K minus 273 divided by 100 is equal to R/80. സോ ഇത് ഓർത്തിരുന്നാൽ മതി. എങ്ങനെ ചോദിച്ചാലും നമുക്ക് റിലേഷൻസ് ഈ ഒരു കേസിൽ നമുക്ക് ഏതിന്റെയും അങ്ങോട്ടും ഇങ്ങോട്ടും കൺവേർഷൻസ് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അത് മനസ്സിലാക്കിയിരുന്നാൽ മതിയാകും. കൺവേർഷൻ ഫോർമുലയാണ്. മറ്റു ചോദ്യം നോക്കേ. വാട്ട് ഈസ് ദ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ റീഡിംഗ് ഓഫ് ക്ലിനിക്കൽ തെർമോമീറ്റർ
നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഹോസ്പിറ്റലുകളിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ക്ലിനിക്കൽ തെർമോമീറ്റർ ഉണ്ട്. ക്ലിനിക്കൽ തെർമോമീറ്ററിൽ നമ്മൾ ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്നതിന്റെ റേഞ്ച് എത്രയാണ്? ക്ലിനിക്കൽ തെർമോമീറ്ററിൽ ശ്രദ്ധിച്ചോളൂ, 35-42. ക്ലിനിക്കൽ തെർമോമീറ്ററിൽ 35°C മുതൽ 35 മുതൽ 42 ക്ലിനിക്കലാണ്. അപ്പൊ ക്ലിനിക്കൽ തെർമോമീറ്റർ ഈ ചിത്രത്തിൽ കാണുന്ന പോലെ എന്താണ് 35 മുതൽ 42 വരെയാണ് മാർക്ക് ചെയ്തിട്ടുണ്ടാവുക. സാധാരണഗതിയിൽ നമ്മളൊരു 37 റേഞ്ച് ഒക്കെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട് അല്ലെ, ഹ്യൂമൻ ടെമ്പറേച്ചർ ഒക്കെ. അപ്പൊ ഇവിടെ എന്താണ് ഈ പറയുന്ന രീതിയിലുള്ള ക്ലിനിക്കൽ തെർമോമീറ്ററിൽ പൊതുവെ നമ്മൾ എവിടെ യൂസ് ചെയ്യാറ്? ഹ്യൂമൻ ബോഡി ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാറുണ്ട് അല്ലെ. ഇവിടെ അതുപോലെ തന്നെ ബൾബ് റീജിയൻ, ബാക്കി ഗ്ലാസ് ആയിരിക്കും, നമുക്ക് വളരെ റീഡിംഗ് ഒക്കെ നന്നായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും അല്ലെ. അപ്പൊ ഇവിടെ 35 മുതൽ 42°C വരെയാണ് അതിന്റെ സ്കെയിൽ എന്നുള്ളത് ഓർത്തുനിന്നാൽ മതിയാവും. മറ്റു ചോദ്യം, നോർമൽ ടെമ്പറേച്ചർ ഓഫ് എ ഹ്യൂമൻ ബോഡിയിൽ സാധാരണഗതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ടെമ്പറേച്ചർ എത്രയാണ്? 37, 40, 35, 42. നമ്മളെ മനുഷ്യ ശരീരത്തിന്റെ ആ ഒരു ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്നത് 37°C ആണ്. 37°C, സി അല്ല കേട്ടോ, 35 അല്ല, 37 ആണ് കേട്ടോ. 37°C ആണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. മറ്റു ചോദ്യം, മെർക്കുറി ഇൻ തെർമോമീറ്റേഴ്സ് ആർ യൂസ്ഡ് ടു മെഷർ ടെമ്പറേച്ചർ അപ് ടു. മെർക്കുറി ഇൻ തെർമോമീറ്ററിനുള്ളിൽ മെർക്കുറി നിറച്ചിട്ടുള്ള തെർമോമീറ്ററുകളുണ്ട്. അത് നമ്മൾ എത്ര ടെമ്പറേച്ചർ വരെയാണ് മെഷർ ചെയ്യുന്നത്? Mercury in thermometer are used to measure temperature. Yes, up to 300°C. 300 up to 300°C വരെ നമുക്ക് ഈ പറയുന്ന തെർമോമീറ്ററിനുള്ളിൽ മെർക്കുറി നിറച്ചിട്ടുള്ള Mercury in thermometers are used to measure temperature up to 300°C. അപ്പൊ എന്തുകൊണ്ട് മെർക്കുറിയുടെ പ്രത്യേകത വളരെ ഇമ്പോർട്ടന്റ് ആണ്. മെർക്കുറി അപ്പൊ ഇത് ഡസ് നോട്ട് വെറ്റ് ദ ഗ്ലാസ് അല്ലെ, ഗ്ലാസ്സിൽ പറ്റി പിടിക്കുകയോ വെറ്റ് ചെയ്യുകയോ ചെയ്യുന്നുണ്ടാവില്ല. ഇത് നല്ല കണ്ടക്ടർ ആണ്, അതിൽ നല്ല രീതിയിൽ സെൻസിറ്റീവ് ആണ്, നല്ല രീതിയിൽ ഹീറ്റിനെ കണ്ടക്ട് ചെയ്യും. കോഎഫിഷ്യന്റ് ഓഫ് എക്സ്പാൻഷൻ യൂണിഫോം ആയിട്ടുള്ള എക്സ്പാൻഷൻ ആയിരിക്കും. മെഷർ അപ് ടു 300°C. ഇത് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അത് ഗ്ലാസ്സിൽ അവിടെ ഇവിടെ പറ്റി പിടിക്കുകയോ ഒന്നും ഉണ്ടാവില്ല, നമുക്കറിയാം മെർക്കുറി ആണ് അല്ലെ. പുറത്ത് വന്നാൽ അതൊരു ബോൾ പോലെ അവിടെ ഇവിടെയൊക്കെ കിടക്കൊണ്ടായിരിക്കണം. സോ അതിന്റെ പ്രത്യേകത എങ്ങനെയാണ്? സോ ഇറ്റ്സ് ഡസ് നോട്ട് വെറ്റ് ദ ഗ്ലാസ്. നല്ലൊരു കണ്ടക്ടർ ആണ്, ഹീറ്റിന്റെ ഒരു കണ്ടക്ടർ ആണ്, നല്ല രീതിയിൽ സെൻസിറ്റീവ് ആണ്. അതുപോലെ തന്നെ കോഎഫിഷ്യന്റ് ഓഫ് എക്സ്പാൻഷൻ യൂണിഫോം ആയിട്ടായിരിക്കും ഉണ്ടാവുക. മെഷർമെന്റ് അപ് ടു 300°C നമുക്ക് എടുക്കാൻ പറ്റും. ഇതിന്റെ പോരായ്മ എന്ന് പറഞ്ഞാൽ ഫ്രീസസ് അറ്റ് -39°C. അബദ്ധത്തിൽ അത് -39 എത്തുമ്പോൾ അത് ഫ്രീസ് ആയി പോകും, പിന്നെ അത് അനങ്ങൂല അല്ലെ, കട്ടിയായിരിക്കും. അതുകൊണ്ട് തന്നെ ലോ ടെമ്പറേച്ചർ മെഷർമെന്റിന് കഴിയില്ല. ഇത് സ്യൂട്ടബിൾ അല്ല. ഓക്കെ, മനസ്സിലാക്കിയിരുന്നാൽ മതി ഇതുമായി ബന്ധപ്പെട്ട്. മറ്റു ചോദ്യം, തെർമോമീറ്റർ വർക്ക്സ് ഓൺ പ്രിൻസിപ്പിൾ ഓഫ്. തെർമോമീറ്റർ വർക്ക് ചെയ്യുന്ന പ്രിൻസിപ്പിൾ എന്താണ്? ഏതാണ്? തെർമോഡൈനാമിക്സിൽ നമ്മൾ ഓരോ ലോ പഠിക്കാറുണ്ട് അല്ലെ, അപ്പൊ അതിൽ തെർമോമീറ്ററിന്റെ വർക്ക് ചെയ്യുന്നതിന്റെ പ്രിൻസിപ്പിൾ ഏതാണ്? യെസ്, തെർമോമീറ്റർ വർക്ക്സ് ഓൺ പ്രിൻസിപ്പിൾ ഓപ്ഷൻ എ, 0th ലോ ഓഫ് തെർമോഡൈനാമിക്സ്. തെർമോമീറ്ററുകൾ വർക്ക് ചെയ്യുന്നത് തെർമോഡൈനാമിക്സിലെ 0th ലോയുടെ അടിസ്ഥാനത്തിലാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. തെർമോമീറ്ററുകൾ വർക്ക് ചെയ്യുന്നത് തെർമോഡൈനാമിക്സിലെ ഏത് ലോയുടെ അടിസ്ഥാനത്തിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 0th ലോ. അത് കമ്പയർ ചെയ്യണം അല്ലെ, ഇത്തരത്തിൽ നോക്കുമ്പോൾ അത് ഇക്വിലിബ്രിയത്തിലേക്ക് എത്തുകയാണ്. സോ ഇതിൽ ഇവിടെ നോക്കുക, എയും ബിയും സിയും ഉണ്ട് ഇവിടെ അല്ലെ. അപ്പം എയും ബിയും അതുപോലെ തന്നെ ബിയും സിയും ആണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും എയും സിയും എന്ത് തന്നെയായിരിക്കും? അത് ഇക്വിലിബ്രിയത്തിലായിരിക്കും. സോ അതാണ് പറയുന്നത്, 0th law states that if two systems are in thermal equilibrium with a third system അല്ലെ, ഈ പറയുന്ന രണ്ട് സിസ്റ്റം നമുക്കൊരു തെർമൽ ഇക്വിലിബ്രിയം ആണ് മൂന്നാമത്തെ സിസ്റ്റവുമായി ബന്ധപ്പെട്ട്, then they are also in equilibrium with each other. അർത്ഥത്തിൽ എന്താണ്, അത് ഈക്വൽ ആയിട്ട് ഏതായിരിക്കും, മൊത്തത്തിൽ അത് ഇക്വിലിബ്രിയത്തിലായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതാണ് 0th law പറയുന്നുണ്ടാവും.
അപ്പൊ അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ 0th ലോ ആണ് നമ്മളുടെ ഈ തെർമോമീറ്ററിന്റെ ബേസിക് പ്രിൻസിപ്പിൾ ലോ ഓർത്തിരിക്കുക. മറ്റു ചോദ്യം, റേഡിയേഷൻ പൈറോമീറ്റർ ആർ യൂസ്ഡ് ടു മെഷർ ടെമ്പറേച്ചർ അപ് ടു. റേഡിയേഷൻ പൈറോമീറ്റർ റേഡിയേഷൻ പൈറോമീറ്റർ എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ കോവിഡ് സമയത്തൊക്കെ ദൂരെ നിന്നിട്ട് നമ്മൾ ടെമ്പറേച്ചർ അളക്കുന്നുണ്ടാവും അല്ലെ, പൈറോമീറ്റേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ടാവും. ടച്ച് കോണ്ടാക്ട് ഇല്ലാതെ തന്നെ നമുക്ക് ദൂരെ നിന്നിട്ട് നമ്മുടെ ടെമ്പറേച്ചർ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. സോ ആ ഒരു കോൺസെപ്റ്റ് ആണ്, അതാണ് സംഭവം പൈറോമീറ്ററുകൾ. അപ്പൊ ഇവിടെ നമുക്ക് വളരെ ഉയർന്ന ടെമ്പറേച്ചറുകളൊക്കെ നമുക്ക് അത് മെഷർ ചെയ്യാൻ കഴിയും. സോ 3000 അപ് ടു 3000 ഡിഗ്രി സെൽഷ്യസ് നമുക്ക് അത് മെഷർമെന്റ് എടുക്കാൻ കഴിയും. സോ radiation pyrometers are used to measure temperature up to 3000 degrees Celsius. മറ്റു ചോദ്യം, the material which allow the heat to pass through them easily. ഹീറ്റിനെ കടത്തിവിടാൻ കഴിയുന്നതിനെ നമ്മൾ എന്താ വിളിക്കുക? കണ്ടക്ടർ, സെമി കണ്ടക്ടർ, ഇൻസുലേറ്റർ, പുവർ കണ്ടക്ടർ. വളരെ നല്ല രീതിയിൽ ഹീറ്റിനെ കടത്തിവിടാൻ കഴിയുന്നതിനെ നമ്മൾ എന്താ വിളിക്കുക? ഓക്കെ, സംശയം വേണ്ട, അത് കണ്ടക്ടർ അല്ലെ. കണ്ടക്ടർ എല്ലായ്പ്പോഴും കടത്തിവിടുന്നതിനെ നമ്മൾ എന്താ വിളിക്കുക? കണ്ടക്ടർ. കടത്തിവിടാത്തതിനെയാണ് നമ്മൾ ഇൻസുലേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, പ്രത്യേക സാഹചര്യത്തിൽ നമ്മൾ കടത്തുന്നതാണ് സെമി കണ്ടക്ടർ എന്ന് പറയുന്നത്. മറ്റു ചോദ്യം, വാട്ടർ മെയിൻ ആർ ജനറലി റിപ്പയർഡ് ആൻഡ് കംപ്ലീറ്റഡ് ബിറ്റ്വീൻ. വെള്ളത്തിന്റെ മെയിൻ പൈപ്പുകൾ ബ്രേക്ക് ആയി അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ ലീക്കേജ് വന്നു കഴിഞ്ഞാൽ നമ്മൾ റിപ്പയർ ചെയ്യുന്നുണ്ടാകും. കംപ്ലീറ്റഡ് ബിറ്റ്വീൻ, വിത്തിൻ 12 hours, വിത്തിൻ 4 to 8, within 24, within 2 hours. യെസ്, വാട്ടർ മെയിനുകൾ സാധാരണഗതിയിൽ ജനറലി റിപ്പയർ ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടാവുക ബിറ്റ്വീൻ 4 to 8 hours. 4 to 8 hours. യെസ്, അടുത്ത ചോദ്യം, പൈപ്സ് ആർ കൺസിഡേർഡ് ദ ബെസ്റ്റ് ചോയ്സ് ഫോർ അണ്ടർഗ്രൗണ്ട് വാട്ടർ ലൈൻ. താഴെ തന്നിരിക്കുന്നതുമായി ബന്ധപ്പെട്ട് അണ്ടർഗ്രൗണ്ട് PVC, CPVC, HDPE, GI അണ്ടർഗ്രൗണ്ട് വാട്ടർ ലൈൻസുകൾക്ക് വളരെ ബെസ്റ്റ് ചോയ്സ് എന്ന് പറയുന്നത്. ബെസ്റ്റ് ചോയ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം HDP, ഹൈ ഡെൻസിറ്റി പോളിയെത്തിൻ, HDPE പൈപ്പാണ് നമ്മളുടെ ബെസ്റ്റ് ചോയ്സ് ആയിട്ട് ഉള്ളത്. HDPE. യെസ്. ചോദ്യം, ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞാണ് വാട്ടർ ഹീറ്ററിന്റെ മെയിൻ്റനൻസ് 6 months ആണ്. ഓൾറെഡി നമ്മൾ കണ്ടതാണ്. കേൾക്കാം. മറ്റു ചോദ്യം, ഹീറ്റ് ട്രാൻസ്ഫർ ടേക്സ് പ്ലേസ് അക്കോർഡിംഗ് ടു. ഹീറ്റ് ട്രാൻസ്ഫർ ടേക്സ് പ്ലേസ് അക്കോർഡിംഗ് ടു. വാട്ടർ ഹീറ്ററിനകത്തൊക്കെ നമുക്ക് ഹീറ്റ് ട്രാൻസ്ഫർ നടക്കും അല്ലെ. ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നത് ഏത് ലോയുടെ അടിസ്ഥാനത്തിലാണ്? 0th ലോ നമ്മൾ നേരത്തെ പറഞ്ഞു തെർമോമീറ്ററിന്റെ ബേസിക് പ്രിൻസിപ്പിൾ. ഓക്കെ, ഓപ്ഷൻ എ ബി ഫസ്റ്റ് ലോ, ഓപ്ഷൻ സി സെക്കൻഡ് ലോ, ഓപ്ഷൻ ഡി തേർഡ് ലോ. യെസ്, റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് സെക്കൻഡ് ലോ ആണ്. സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. Heat transfer takes place according to second law of thermodynamics. Second law of thermodynamics. Yes. Okay, fine. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. അപ്പൊ ഇവിടെ പ്രധാനപ്പെട്ട ഹീറ്റ് ട്രാൻസ്ഫറുകളാണ് കണ്ടക്ഷൻ, കൺവെക്ഷൻ, റേഡിയേഷൻ. പ്രധാനപ്പെട്ട ഹീറ്റ് ട്രാൻസ്ഫർ മെത്തേഡുകളാണ് കണ്ടക്ഷൻ, കൺവെക്ഷൻ, റേഡിയേഷൻ. അറിയാലോ. അപ്പോൾ സെക്കൻഡ് ലോ പ്രകാരമാണ് ഇത്തരത്തിൽ നമ്മളുടെ ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നുണ്ടാവുക. നമുക്കറിയാം ഹീറ്റ് വിൽ ഫ്ലോ നാച്ചുറലി ഫ്രം വൺ റിസർവോയർ ടു അനദർ. അതായത് ഹയർ റിസർവോയറിൽ നിന്നും ലോവർ ടെമ്പറേച്ചറിലേക്ക് കരിക്കത് എല്ലായ്പ്പോഴും നടക്കുന്നുണ്ടാവുക. ബട്ട് നോട്ട് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ വിത്തൗട്ട് എനി റെസിസ്റ്റൻസ്. പ്രധാനമായിട്ടും 3 ട്രാൻസ്ഫറുകളാണ് കണ്ടക്ഷൻ, കൺവെക്ഷൻ, റേഡിയേഷൻ. ഓക്കെ, ഫൈൻ. മറ്റൊരു ചോദ്യം, when heat is transferred by molecular collision it is referred to as heat transferred by dash. മോളിക്യൂൾസ് തമ്മിൽ വൈബ്രേറ്റ് ചെയ്ത് അല്ലെങ്കിൽ മോളിക്യൂൾസ് തമ്മിൽ കൊളൈഡ് ചെയ്തുകൊണ്ടാണ് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അല്ലെ, ഒരു സോളിഡ് ഒബ്ജക്റ്റിനകത്തൊക്കെ ഈ പറയുന്ന മോളിക്യൂളൊക്കെ വളരെ വളരെ അടുത്തായിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യുന്നുണ്ടാവും, എനർജി കിട്ടുമ്പോൾ അത് വൈബ്രേറ്റ് ചെയ്ത് അടുത്തടുത്തേക്ക് ആ ഒരു എനർജി ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടാകും. സോ അങ്ങനെ മോളിക്കുലാർ കൊളീഷൻ അല്ലെ, മോളിക്യൂൾസ് തമ്മിൽ കൊളൈഡ് ചെയ്തുകൊണ്ട് തമ്മിൽ ഇടിച്ച് അവിടെ എനർജി ട്രാൻസ്ഫർ ചെയ്താണെന്നുണ്ടെങ്കിൽ, അത്തരത്തിലാണെങ്കിൽ അതിനെ കണ്ടക്ഷൻ എന്നാ വിളിക്കുക. കണ്ടക്ഷൻ. യെസ്.
അല്ലെ? കൺവെക്ഷൻ നമുക്കറിയാലോ, ഇവിടെ നമുക്ക് ചൂടാക്കി കഴിഞ്ഞാൽ നമുക്ക് കൈ അവസാനം ഇവിടെ നമുക്ക് എന്ത് ചെയ്യും, അവിടെ ഹീറ്റ് വരും അല്ലെ? യെസ്. അപ്പൊ അതാണ് കണ്ടക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ് ഫ്രം വൺ പാർട്ട് ഓഫ് സബ്സ്റ്റൻസ് ടു അനദർ പാർട്ട് ഓഫ് സെയിം സബ്സ്റ്റൻസ്, അതാണ് കണ്ടക്ഷൻ എന്ന് പറയുന്നത്. കണ്ടക്ഷൻ അത് പ്രധാനമായിട്ടും അവിടെ ഉണ്ടാകുന്ന ലാറ്റിസ് വൈബ്രേഷൻ അല്ലെങ്കിൽ ഫ്രീ ഇലക്ട്രോൺസിന്റെ ട്രാൻസ്പോർട്ട്, എസ്പെഷ്യലി ഗുഡ് ഇലക്ട്രിക്കൽ കണ്ടക്ടറുകളിൽ. മറ്റേ ചോദ്യം, എ ഡൊമസ്റ്റിക് ഹോട്ട് വാട്ടർ സിസ്റ്റം വർക്ക്സ് ഓൺ വിച്ച് മോഡ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ? ഒരു ഹോട്ട് വാട്ടർ സിസ്റ്റം, ഒരു ഡൊമസ്റ്റിക് ഹോട്ട് വാട്ടർ സിസ്റ്റം അവിടെ നടക്കുന്നത് ഏത് മോഡ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ആണ്? കണ്ടക്ഷൻ, കൺവെക്ഷൻ, റേഡിയേഷൻ, സ്കാറ്ററിംഗ്. ഒരു ഡൊമസ്റ്റിക് ഹോട്ട് വാട്ടർ സിസ്റ്റത്തിൽ ഏത് മോഡ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ആണ് എന്നുള്ള ചോദ്യം. ഇതൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ തന്നെയാണ്. ഡൊമസ്റ്റിക് ഹോട്ട് വാട്ടർ സിസ്റ്റം വർക്ക് ഓൺ വിച്ച് മോഡ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ? യെസ്, ഓപ്ഷൻ ബി കൺവെക്ഷൻ. ഓപ്ഷൻ ബി കൺവെക്ഷൻ. പൊതുവെ സോളിഡുകളിൽ കണ്ടക്ഷൻ, ഫ്ലൂയിഡുകളിൽ കൺവെക്ഷൻ ആണെന്നുള്ളത് ഓർത്തിരിക്കാം. യെസ്, അപ്പോൾ ഇതാണ് കൺവെക്ഷൻ എന്ന് പറയുന്നത്. കൺവെക്ഷൻ അല്ലെ? കൺവെക്ഷൻ എന്ന് പറയുമ്പോൾ ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ് വിത്തിൻ ദ ഫ്ലൂയിഡ് ബൈ മിക്സിംഗ് വൺ പോർഷൻ ഓഫ് ഫ്ലൂയിഡ് വിത്ത് അനദർ or by actual transfer of certain fluid mass from one place to another. ഫ്ലൂയിഡിന്റെ ആ ഒരു ട്രാൻസ്ഫർ മൂവ്മെന്റ് കാരണമാണ് കൺവെക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ മനസ്സിലാക്കിയിരിക്കാം. മറ്റൊരു ചോദ്യം, വിച്ച് മോഡ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ടേക്സ് പ്ലേസ് വിത്തൗട്ട് എ മീഡിയം? പ്രത്യേകിച്ച് ഒരു മീഡിയം ഒന്നും ഇല്ലാതെ തന്നെ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത് എവിടെയാണ്? അല്ലെ, നമുക്കറിയാം ഭൂമിയിലേക്ക് സൂര്യപ്രകാശം വരുന്നത് അല്ലെ, അത് എന്താണ്, ഏത് മീഡിയമാണ്? പ്രത്യേകിച്ച് മീഡിയം വേണോ? എന്താ അല്ലെ, അധികം വന്നോളും. അപ്പൊ അവിടെ നമുക്കറിയാം റേഡിയേഷൻ ആണ്. റേഡിയേഷൻ, ഓപ്ഷൻ സി ആണ്. വിത്തൗട്ട് എനി മീഡിയം, വിത്തൗട്ട് എ മീഡിയം, റേഡിയേഷൻ. ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരം അല്ലെ, റേഡിയേഷൻ ആണ്. സോ റേഡിയേഷൻ, യെസ്. അപ്പൊ ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ് ത്രൂ ദ സ്പേസ് മാറ്റർ ബൈ മീൻസ് അതർ ദാൻ കണ്ടക്ഷൻ, കൺവെക്ഷൻ. കണ്ടക്ഷൻ, കൺവെക്ഷൻ അല്ലാതുള്ളതെല്ലാം എന്ത് തന്നെയാണ്? റേഡിയേഷൻ എന്ന് നമുക്ക് പറയാം. സോ ഇറ്റ് റിക്വയർസ് നോ മീഡിയം ഓർ ട്രാൻസ്ഫറിംഗ് തെർമൽ എനർജി. അതിൽ പ്രത്യേകിച്ച് ഒരു മീഡിയത്തിന്റെ ആവശ്യമില്ല. ട്രാൻസ്ഫർ ആസ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവുകളായിട്ട് അല്ലെ, ഇലക്ട്രോ മാഗ്നറ്റിക് വേവുകളായിട്ടായിരിക്കും അവിടെ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടാവുക. ദ വെലോസിറ്റി, ദ ട്രാവൽ വിത്ത് വെലോസിറ്റി ഓഫ് ലൈറ്റ്. അപ്പൊ ഇങ്ങനെ എ ഹോട്ട് ഒബ്ജക്ട് ട്രാൻസ്മിറ്റ് ഹീറ്റ് ഇൻ ദ ഫോം ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ഈസ് നോൺ ആസ് റേഡിയേഷൻ. അതായത് ഒരു ചൂടായിട്ടൊരു ഒബ്ജക്ട് ആ ഹീറ്റ് ഇങ്ങനെ പുറത്തേക്ക് വിതരണം ചെയ്യുന്നുണ്ടാവും. ആ ഹോട്ട് ഒബ്ജക്ട് ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ടാവും ഹീറ്റിനെ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ഫോമിലായിരിക്കും. അത്തരത്തിൽ റേഡിയേഷൻ എന്ന് നമുക്ക് പറയാം. ഓക്കെ, മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. പ്രഷർ റിലീഫ് വാൽവ് ആർ ഫിറ്റഡ് ഇൻ ദ ഇൻലെറ്റ് പൈപ്പ് ടു കൺട്രോൾ ദ പ്രഷർ ഓഫ് ഇന്നർ കണ്ടെയ്നർ വിത്തിൻ ഡാഷ് ഹെഡ്. എത്ര ഹെഡിലായിരുന്നു ഇത്തരത്തിൽ നമ്മൾ പ്രഷർ റിലീഫ് വാൽവുകൾ കൊടുക്കുന്നുണ്ടാവുക? അത്യാവശ്യമായിട്ടും പ്രഷർ റിലീഫ് വാൽവ് ഇത്തരത്തിൽ കൊടുക്കുന്നതാണ്. യെസ്, പറഞ്ഞതുപോലെ 18 മീറ്റർ ആണ്. നമ്മൾ 18 മീറ്റർ വീണ്ടും നമ്മൾ മനസ്സിലാക്കുക, 18 മീറ്റർ ആണ്. അപ്പോ ഇത്തരത്തിൽ പ്രഷർ റിലേ വാൽവുകൾ അല്ലെ നമ്മൾ ഇത്തരത്തിൽ എവിടെ യൂസ് ചെയ്യാറുണ്ട്? ഫിറ്റ് ചെയ്യാറുണ്ട് അല്ലെ. അപ്പൊ ഇവിടെ കണ്ടെയ്നർ വിത്തിൻ 18 മീറ്റർ, 18 മീറ്റർ ഹെഡ് ആണെന്ന് ഓർത്തിരിക്കുക. മറ്റൊരു വാൽവാണ് വാക്വം റിലേ വാൽവ്. വാക്വം റിലേ വാൽവ്, വാക്വം റിലേ വാൽവ് ജനറലി ഫിക്സ് ചെയ്യുന്നത് എവിടെയാണ്? വാക്വം റിലേ വാൽവ് ഫിക്സ് ചെയ്യുന്നത് എവിടെയാണ്? റൈറ്റ് സൈഡ് ഓഫ് ഹീറ്റർ, ബോട്ടം സൈഡ് ഓഫ് ഹീറ്റർ, ടോപ്പ് ഓഫ് ഹീറ്റർ, ലെഫ്റ്റ് സൈഡ് ഓഫ് ഹീറ്റർ. വാക്വം റിലേ വാൽവുകൾ ഫിക്സ് ചെയ്യുന്നത് ടോപ്പാണ്, ടോപ്പ് ഓഫ് ഹീറ്റർ. ഹീറ്ററിന്റെ മുകളിലായിട്ടാണ് വാൽവുകൾ വെക്കുന്നുണ്ടാവുക. സോ വാക്വം റിലേ വാൽവ് ഈസ് എ സേഫ്റ്റി ഡിവൈസ് ഫിറ്റഡ് ഓൺ ദ ടോപ്പ് ഓഫ് വാട്ടർ ഹീറ്റർ. സോ ടോപ്പ് ഓഫ് വാട്ടർ ഹീറ്റർ. പ്രധാനമായിട്ടും രണ്ട് കാര്യങ്ങളാണ് വാക്വം റിലേ വാൽവുകൾ പെർഫോം ചെയ്യുന്നുണ്ടാവുക. ഒന്ന്, ഈ പറയുന്ന അലോ എയർ ടു എൻ്റർ ദ കണ്ടെയ്നർ വെൻ വാക്വം ഈസ് ക്രിയേറ്റഡ് അല്ലെ. വാക്വം വന്നു കഴിഞ്ഞാൽ അവിടെ എയറിന്റെ ആവശ്യകതയുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ദെൻ റിലീസ് എക്സസ് ഇന്റേണൽ പ്രഷർ ഫ്രം കണ്ടെയ്നർ. ഈ രണ്ട് കാര്യങ്ങളാണ് ആ ഒരു വാൽവ് അവിടെ ചെയ്യുന്നത് നമ്മൾ ഓർത്തിരിക്കാം. ഓക്കെ, അപ്പൊ ഈ ഹീറ്ററിൽ എന്താ സംഭവിക്കുക? സോ വെൻ ദ ഹീറ്റർ ഈസ് ഇൻ ഓപ്പറേഷൻ, പെട്ടെന്ന് നമ്മൾ ഈ പറയുന്ന വെള്ളത്തിന്റെ സപ്ലൈ, പെട്ടെന്ന് ഹീറ്ററിനകത്ത് അത്യാവശ്യം എല്ലായ്പ്പോഴും വെള്ളം വേണം. ഹീറ്റർ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് എന്താ സംഭവിക്കുക? വെള്ളത്തിന്റെ സപ്ലൈ ആ ഹീറ്ററിലേക്ക് സ്റ്റോപ്പ് ചെയ്യുന്നു അൺഫോർച്ചുനേറ്റ്ലി. അപ്പോൾ അവിടെ ഒരു വാക്വം ഫോർമേഷൻ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട് അല്ലെ, ഇൻസൈഡ് ദ കണ്ടെയ്നർ. ആ സമയത്ത് നമ്മുടെ വാട്ടർ ടാങ്ക് കൊളാപ്സ് അല്ലെങ്കിൽ വളരെ ഓവർ ഹീറ്റ് ആയിട്ടൊക്കെ നാശമായി പോകാനുള്ള സാധ്യതയുണ്ട്.
അത് തടയുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ യൂസ് ചെയ്യുന്നത്. മറ്റു ചോദ്യം, ഇൻ വാട്ടർ ഹീറ്റർ ദ സ്കെയിൽ ഫോർമേഷൻ ക്യാൻ ബി റിമൂവ്ഡ് ബൈ അപ്ലൈങ് ഡൈലൂട്ടഡ് ഡാഷ്. നമ്മൾ കണ്ടിരുന്നു സ്കെയിൽ ഫോർമേഷൻ തടയുന്നതിനായി നമ്മൾ യൂസ് ചെയ്യുന്ന കെമിക്കൽ ഏതായിരുന്നു? യെസ്, സ്കെയിൽ ഫോർമേഷൻ. നമ്മുടെ വാട്ടർ ഹീറ്ററിന്റെ ഒക്കെ ഉള്ളില് സ്കെയിൽ ഫോർമേഷൻ തടയാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കെമിക്കലാണ് ഡൈലൂട്ടഡ് HCl, ഹൈഡ്രോക്ലോറിക് ആസിഡ് അല്ലേ? വളരെ ഇമ്പോർട്ടന്റ് ആണ്. മറ്റു ചോദ്യം, ജനറലി ദ GI വെന്റ് പൈപ്പ് യൂസ്ഡ് ഇൻ വാട്ടർ ഹീറ്റർ. വാട്ടർ ഹീറ്ററിൽ നമ്മൾ യൂസ് ചെയ്യുന്ന വെന്റ് പൈപ്പിന്റെ ഡയമീറ്റർ എത്രയാണ്? യെസ്, വെന്റ് പൈപ്പ് യൂസ് ചെയ്യുന്നതിന്റെ ഡയമീറ്റർ 15 mm ആണ് കേട്ടോ. 15 mm ആണ് നമ്മളുടെ വാട്ടർ ഹീറ്ററിൽ നമ്മൾ വെന്റ് പൈപ്പ് യൂസ് ചെയ്യുന്നുണ്ടാവും. അതിന്റെ ജനറൽ ഡയമീറ്റർ 15 mm ആണ് ഓർത്തിരിക്കുക. 15 mm ആണ് റൈറ്റ് ആൻസർ കേട്ടോ. മറ്റൊരു ചോദ്യം, ഈസിയസ്റ്റ് ആൻഡ് ചീപ്പസ്റ്റ് മീൻസ് ഫോർ വാട്ടർ ഹീറ്റിംഗ്. വളരെ ഈസി ആയിട്ടുള്ളതും വളരെ ചീപ്പ് ആയിട്ടുള്ള ഒരു മെത്തേഡ് ഏതാണ്? ഇമോഷൻ ഹീറ്റർ, ബോയിലർ, ഗീസർ, ഹീറ്റ് എക്സ്ചേഞ്ചർ. യെസ്, വളരെ ഈസിയസ്റ്റ് ആയിട്ടുള്ളതും ചീപ്പ് ആയിട്ടുള്ളതുമായിട്ടുള്ള ഒരു ഹീറ്റിംഗ് സിസ്റ്റം. ഓപ്ഷൻ എ തന്നെയാണ് നമ്മുടെ ഉത്തരം. ദാറ്റ് ഈസ് ഇമോഷൻ ഹീറ്റർ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. ഇമോഷൻ ഹീറ്റർ, ഓപ്ഷൻ എ ആണ് ഉത്തരം, ഇമോഷൻ ഹീറ്റർ. മറ്റു ചോദ്യം, വിച്ച് മെറ്റീരിയൽ ഈസ് ഫിൽഡ് ഇൻ എ മെറ്റൽ ട്യൂബ് ഇൻ ഇമോഷൻ വാട്ടർ ഹീറ്റർ. ഈ പറഞ്ഞ ഇമോഷൻ വാട്ടർ ഹീറ്ററിനകത്തേക്ക് നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്ന ഒരു മെറ്റൽ ട്യൂബ് ഉണ്ടല്ലോ, ആ മെറ്റൽ ട്യൂബിനുള്ളിൽ ഫില്ല് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽ ഏതാണ്? സോ വിച്ച് ഈസ് ആൻ ഇലക്ട്രിക്കലി ഇൻസുലേറ്റിംഗ് ബട്ട് തെർമലി കണ്ടക്ടിങ് മെറ്റീരിയൽ. അതിനുള്ളിൽ നിറച്ചിരിക്കുന്ന പദാർത്ഥം ഏതാണ്? മെറ്റീരിയൽ ഏതാണ്? യെസ്, റൈറ്റ് ആൻസർ ഈസ് മഗ്നീഷ്യം ഓക്സൈഡ് തന്നെയാണ്. മഗ്നീഷ്യം ഓക്സൈഡ്. അപ്പോൾ ഈ മഗ്നീഷ്യം ഓക്സൈഡ് ആണ് അവിടെ ഉള്ളിൽ വെച്ചിട്ടുണ്ടാവുക. സോ ഇമോഷൻ വാട്ടർ ഹീറ്റർ ഹീറ്റിംഗ് എലമെന്റ് ഈസ് എൻക്ലോസ്ഡ് ഇൻ എ മെറ്റൽ ട്യൂബ് ഫിൽഡ് വിത്ത് മഗ്നീഷ്യം ഓക്സൈഡ്. മഗ്നീഷ്യം ഓക്സൈഡിന്റെ പ്രത്യേകത ഇലക്ട്രിക്കലി അത് ഇൻസുലേറ്റിംഗ് ആണ്, തെർമലി കണ്ടക്ടിംഗും ആണ്. ഇലക്ട്രിക്കലി ഇൻസുലേറ്റിംഗും തെർമലി കണ്ടക്ടിംഗും ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ്. ഓക്കെ, ഇതാണ് നമ്മളുടെ ബേസിക് ആയിട്ടുള്ള ഇമോഷൻ. നമ്മൾ ബക്കറ്റിനുള്ളിലേക്ക് മുക്കി നിർത്തി അല്ലെങ്കിൽ മുക്കി വെച്ചിട്ട് നമ്മൾ ചൂടാക്കുന്നതാണ്. വളരെ ചീപ്പായിട്ടുള്ളതും വളരെ ഈസി ആയിട്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയുന്നതാണ് ഇമോഷൻ ഹീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് നമ്മൾ ഉദ്ദേശിച്ചത്. അതിന് ആ ഒരു ട്യൂബിനുള്ളിൽ നിറച്ചിരിക്കുന്നതാണ് മഗ്നീഷ്യം ഓക്സൈഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഓർത്തിരിക്കാം. മറ്റേ ചോദ്യം, നിക്രോം ഈസ് യൂസ്ഡ് ഇൻ കോയിൽസ്. ഹീറ്റിംഗ് കോയിൽസിൽ സാധാരണ യൂസ് ചെയ്യാറുണ്ട് അല്ലെ? ഹീറ്ററിനകത്തൊക്കെ ഉള്ള കോയിലുകളിൽ നിക്രോം വയറുകൾ യൂസ് ചെയ്യാറുണ്ട്. എന്തുകൊണ്ടാണ് നിക്രോം വയറുകൾ അല്ലെങ്കിൽ നിക്രോം നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് അവിടെ കോയിലുകളിൽ? ഹീറ്ററിനകത്ത് യൂസ് ചെയ്യുന്ന കോയിലുകളിൽ നിക്രോം വയറുകൾ യൂസ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ലോ റെസിസ്റ്റൻസ് ആൻഡ് ലോ മെൽറ്റിംഗ് പോയിന്റ്, ഹൈ റെസിസ്റ്റൻസ് ആൻഡ് ഹൈ മെൽറ്റിംഗ് പോയിന്റ്, ഹൈ റെസിസ്റ്റൻസ് ആൻഡ് ലോ മെൽറ്റിംഗ് പോയിന്റ്, ലോ റെസിസ്റ്റൻസ് ആൻഡ് ഹൈ മെൽറ്റിംഗ്. യെസ്, സംശയമൊന്നുമില്ല, നിക്രോം ദാറ്റ് ഈസ് ഹൈ റെസിസ്റ്റൻസും ആണ്, ഹൈ മെൽറ്റിംഗ് പോയിന്റും ആണ്. യെസ്, ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരം. ഓപ്ഷൻ ബി. Nichrome is used in the coil of heater because it's high resistance and high melting point. മറ്റൊരു ചോദ്യം, an enclosed vessel used to produce steam for industrial purpose. ഇൻഡസ്ട്രിയൽ പർപ്പസിനൊക്കെ നമ്മൾ സ്റ്റീം നിർമ്മിക്കാനായിട്ട് ഒരു എൻക്ലോസ്ഡ് വെസൽ യൂസ് ചെയ്യാറുണ്ട്. അതിന് എന്താ വിളിക്കുക? വാട്ടർ ഹീറ്റർ, ഗീസർ, ബോയിലർ, തെർമോമീറ്റർ. സംശയമൊന്നുമില്ല അല്ലെ? ബോയിലർ ആണ്. ബോയിലർ ആർ എൻക്ലോസ്ഡ് അല്ലെ? എൻക്ലോസ് ചെയ്യപ്പെട്ടുള്ള ഒരു വെസലാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? സ്റ്റീം അല്ലെ? ആവി, സ്റ്റീം നിർമ്മിക്കുന്നതിനായിട്ട്. ഓപ്ഷൻ സി വിൽ ബി ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ സി. മറ്റു ചോദ്യം, വിത്ത് റെഫറൻസ് ടു സോളാർ വാട്ടർ ഹീറ്റർ വാട്ട് ഡസ് ETC മീൻസ്? ETC എന്ന് പറയുന്ന സാധനം എന്താണ്? പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ETCയുടെ ഫുൾ ഫോം ETC എന്താണ്? യെസ്, ETC എന്ന് പറഞ്ഞാൽ ഇവാക്യുവേറ്റഡ് ട്യൂബ് കളക്ടർ ആണ്. ഇവാക്യുവേറ്റഡ് ട്യൂബ് കളക്ടർ. ഓക്കെ, ഫൈൻ, ഓർത്തിരിക്കാം. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരം, ഇവാക്യുവേറ്റഡ് ട്യൂബ് കളക്ടർ. മറ്റേ ചോദ്യം, what is the maximum temperature of hot water through solar water heater? സോളാർ വാട്ടർ ഹീറ്ററിന്റെ സഹായത്തോടു കൂടി നമുക്ക് ചൂടാക്കാൻ കഴിയുന്ന വെള്ളത്തിന്റെ മാക്സിമം ടെമ്പറേച്ചർ എത്രയാണ്? സോളാർ വാട്ടർ ഹീറ്ററിന്റെ സഹായത്തോടു കൂടി
നമുക്ക് ചൂടാക്കാൻ കഴിയുന്ന വെള്ളത്തിന്റെ മാക്സിമം ടെമ്പറേച്ചർ എത്രയാണ്? യെസ്, ഓപ്ഷൻ എ തന്നെയാണ് നമ്മുടെ ഉത്തരം. 80 ഡിഗ്രി സെൽഷ്യസ്. 80 ഡിഗ്രി സെൽഷ്യസ്. 80 ഡിഗ്രി സെൽഷ്യസ് ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. യെസ്. മറ്റൊരു ചോദ്യം, SWH. SWH എന്താണ്? SWH എന്ന് പറഞ്ഞാൽ എന്താണ്? സംശയമൊന്നും വേണ്ട. ഓപ്ഷൻ എ സോളാർ വാട്ടർ ഹീറ്റിംഗ്. സോളാർ വാട്ടർ ഹീറ്റിംഗ് ആണ് SWH എന്ന് പറയുന്നത്. സോളാർ വാട്ടർ ഹീറ്റിംഗ്. ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരം. മറ്റു ചോദ്യം, ദ ബൈമെറ്റാലിക് സ്ട്രിപ്പ്. ബൈമെറ്റാലിക് സ്ട്രിപ്പ് ഇൻ ദ ഗീസർ തെർമോസ്റ്റാറ്റ് ഈസ് യൂഷ്വലി മെയ്ഡ് ഫ്രം. ഈ നമ്മളുടെ ഗീസറിനുള്ളിലുള്ള തെർമോസ്റ്റാറ്റില് ഒരു ബൈമെറ്റാലിക് സ്ട്രിപ്പ് യൂസ് ചെയ്യാറുണ്ട്. ഈ ബൈമെറ്റാലിക് സ്ട്രിപ്പ് നിർമ്മിച്ചിരിക്കുന്നത് ഏതൊക്കെ മെറ്റീരിയൽ കൊണ്ടാണ്? മെയ്ഡ് ഫ്രം ബൈമെറ്റാലിക്. ബൈമെറ്റാലിക് എന്ന് പറയുമ്പോൾ 2 മെറ്റൽസുകൾ ഉണ്ടാകും. ബൈ ആണ്, 2 എണ്ണം. ടെക്സ്റ്റ് ബുക്കിലൊക്കെ എടുത്ത് പറയുന്നതാണ്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ എടുത്ത് പറയുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ബൈമെറ്റാലിക് സ്ട്രിപ്പ് ഇൻ എ ഗീസർ തെർമോസ്റ്റാറ്റ് ഈസ് യൂഷ്വലി മെയ്ഡ് അപ്പ് ഓഫ്. ഓപ്ഷൻ എ copper and steel. Option A copper and steel. The bimetallic strip in the geyser thermostat is usually made from copper and steel. Copper and steel അതിന്റെ പ്രത്യേകത, നമ്മൾ ഈ ടെമ്പറേച്ചർ അനുസരിച്ച് അതിന്റെ കോഎഫിഷ്യന്റ് ഓഫ് എക്സ്പാൻഷൻ വ്യത്യാസം ഉണ്ടാവും. അൺഈക്വൽ ആയിട്ടുള്ള എക്സ്പാൻഷൻ ആയിരിക്കും അല്ലെ? ആ സമയത്ത് അതൊരു സ്വിച്ച് ആയിട്ട് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആക്ട് ചെയ്യാറുണ്ട്. അതാണ് ഈ ബൈമെറ്റാലിക് സ്ട്രിപ്പിന്റെ പ്രത്യേകത. സോ കൺവേർട്ടിങ് എ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ഇൻ മെക്കാനിക്കൽ ഡിസ്പ്ലേസ്മെന്റ് അല്ലെ, അതിനുണ്ടാവുന്ന ചെറിയ ഡിസ്പ്ലേസ്മെന്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. അപ്പൊ അതിന്റെ പ്രത്യേകതയാണ് അത് അല്ലെ. സോ കോപ്പറും സ്റ്റീലും എക്സ്പാൻഡ് ചെയ്യുന്നത് ഡിഫറെന്റ് ആണ്. സോ കോപ്പർ എക്സ്പാൻഡ്സ് മോർ ദാൻ സ്റ്റീൽ അല്ലെ. ഒരേ ടെമ്പറേച്ചർ വരുന്ന സമയത്ത് സ്റ്റീലിനെക്കാട്ടിൽ കൂടുതലായി കോപ്പർ എക്സ്പാൻഡ് ചെയ്യപ്പെടുന്നു. അങ്ങനെ ആ ഒരു മെറ്റീരിയൽ എന്ത് സംഭവിക്കുന്നു? ചെറിയ ബെൻഡ് സംഭവിക്കുന്നു. ആ ബെൻഡിങ് ആക്ഷൻ നമ്മുടെ തെർമോസ്റ്റാറ്റില് തെർമൽ സ്വിച്ചസ് ആയിട്ടും ബ്രേക്കർ ആയിട്ടും ഒക്കെ ആക്ട് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അതാണ് കോൺസെപ്റ്റ്. ഓക്കെ, ഇത്തരത്തിലൊരു സ്വിച്ച് ആയിട്ടോ ഒരു ബ്രേക്കർ ആയിട്ടോ ഒക്കെ അത് ആക്ട് ചെയ്തുകൊണ്ട് ആ സർക്യൂട്ട് അല്ലെങ്കിൽ എന്താണ് ക്ലോസ് ചെയ്യുന്നു അല്ലെങ്കിൽ ഓപ്പൺ ചെയ്യുന്നു, ഇത്തരത്തിലേക്കുള്ള ആക്ഷനിലേക്ക് പോകുന്നു. സോ അതാണ് ഈ ബൈമെറ്റാലിക് സ്ട്രിപ്പിന്റെ പ്രത്യേകത കേട്ടോ. ഓക്കെ, ഫൈൻ. അപ്പൊ അത് ഏത് മെറ്റീരിയലാണ്? It is copper and steel. Commonly copper and steel. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ടെക്സ്റ്റ് ബുക്കിൽ എടുത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്, മനസ്സിലാക്കി വെക്കാം. മറ്റു ചോദ്യം, ദ 2 മോസ്റ്റ് കോമൺ HTF. HTF എന്ന് പറഞ്ഞാൽ എന്താ? ഇനി നിങ്ങളോട് ചോദിക്കാം എന്താണ് HTF എന്ന് പറഞ്ഞാൽ? ഹീറ്റ് ട്രാൻസ്ഫർ ഫ്ലൂയിഡ്. ഹീറ്റ് ട്രാൻസ്ഫർ ഫ്ലൂയിഡ്. ഹീറ്റ് ട്രാൻസ്ഫർ ഫ്ലൂയിഡ് ആണ് HTF എന്ന് പറയുന്നത്. അപ്പൊ HTF എന്ന് പറഞ്ഞാൽ എന്താ? ഹീറ്റ് ട്രാൻസ്ഫർ ഫ്ലൂയിഡ്. അപ്പൊ ഈ പറയുന്ന മോസ്റ്റ് കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഹീറ്റ് ട്രാൻസ്ഫർ ഫ്ലൂയിഡ് ഏതാണ്? യെസ്, ഓപ്ഷൻ എ വാട്ടർ ആൻഡ് പോളിപ്രൊപ്പൈലീൻ ഗ്ലൈക്കോൾ. ഓപ്ഷൻ ബി വാട്ടർ ആൻഡ് പ്രൊപ്പൈൻ. ഓപ്ഷൻ സി കാർബൺ ഡയോക്സൈഡ് ആൻഡ് പ്രൊപ്പൈലീൻ ഗ്ലൈക്കോൾ. ഓപ്ഷൻ ഡി ഹൈഡ്രജൻ ആൻഡ് ഗ്ലൈക്കോൾ. യെസ്, റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് വാട്ടർ ആൻഡ് പോളിപ്രൊപ്പൈലീൻ ഗ്ലൈക്കോൾ ആണ്. ഓപ്ഷൻ എ ആണ് കേട്ടോ. ഓപ്ഷൻ എ. സോ ഹീറ്റ് ട്രാൻസ്ഫർ ഫ്ലൂയിഡ് ആയിട്ട് നിങ്ങൾ യൂസ് ചെയ്യുന്നു. മറ്റു ചോദ്യം, ദ ഹീറ്റ് ട്രാൻസ്ഫർ ഫ്ലൂയിഡ് ആർ യൂസ്ഡ് ഇൻ വിച്ച് ടൈപ്പ് ഓഫ് സോളാർ വാട്ടർ ഹീറ്റർ? ഏത് ടൈപ്പ് സോളാർ വാട്ടർ ഹീറ്ററിലാണ് ഈ ഹീറ്റ് ട്രാൻസ്ഫർ ഫ്ലൂയിഡ് യൂസ് ചെയ്യുന്നത്? ഏത് ടൈപ്പിലാണ്? ഇത് നമ്മുടെ സോളാർ വാട്ടർ ഹീറ്റിംഗ് സിസ്റ്റവുമായി ബന്ധപ്പെട്ടാണ് ചോദ്യം. ആ സോളാർ വാട്ടർ സിസ്റ്റത്തിനകത്ത്, ഹീറ്റിംഗ് സിസ്റ്റത്തില് ഏത് ടൈപ്പിലാണ്? പ്രധാനമായിട്ടും 2 ടൈപ്പാണ് ഉള്ളത്. ഏത് ടൈപ്പിനകത്താണ് HTF യൂസ് ചെയ്യുന്നത്? യെസ്, ഓപ്പൺ സിസ്റ്റം ആണോ ക്ലോസ്ഡ് സിസ്റ്റം ആണോ എന്നുള്ളതാണ് ചോദ്യം. അവിടെ നമുക്കറിയാം ദാറ്റ് ഈസ് ക്ലോസ്ഡ് സിസ്റ്റം തന്നെയാണ്. ക്ലോസ്ഡ് സിസ്റ്റം. ഈ ഓപ്പൺ സിസ്റ്റത്തെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഡയറക്റ്റ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ക്ലോസ്ഡ് സിസ്റ്റം അല്ലെങ്കിൽ ക്ലോസ്ഡ് ലൂപ്പ് സിസ്റ്റത്തിലാണ് നമുക്ക് ഇത്തരത്തിൽ ഹീറ്റ് ട്രാൻസ്ഫർ ഫ്ലൂയിഡ് യൂസ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അവിടെ ഈ പറയുന്ന രീതിയിൽ ഹീറ്റ് എക്സ്ചേഞ്ചർ ആയിട്ടൊക്കെ അവിടെ ആക്ട് ചെയ്യുന്നുണ്ട്. എഫിഷ്യൻസി കുറച്ച് കുറവായിരിക്കും എന്നൊക്കെ നമുക്കറിയാം. ഓക്കെ, സോ പ്രധാനമായിട്ടും 2 ടൈപ്പാണ്. ഒന്ന് ക്ലോസ്ഡ് ലൂപ്പ്, ഒന്നുണ്ട് ഓപ്പൺ ലൂപ്പും ഉണ്ട്. ക്ലോസ്ഡ് ലൂപ്പ് സിസ്റ്റവും ഉണ്ട്, അതുപോലെ തന്നെ ഓപ്പൺ ലൂപ്പ് സിസ്റ്റവും ഉണ്ട്. ക്ലോസ്ഡ് ലൂപ്പ് സിസ്റ്റം എന്ന് പറയുമ്പോൾ നമുക്കറിയാം അവിടെ ഒരു ഹീറ്റ് ട്രാൻസ്ഫർ ഫ്ലൂയിഡ് യൂസ് ചെയ്തുകൊണ്ട് നമ്മളിങ്ങനെ ആ ഒരു രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, ഇതിലൂടെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും അല്ലെ, നമുക്കറിയാം.
പോളിപ്രൊപ്പൈലിൻ ഗ്ലൈക്കോൾ യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നത്, ഇത്തരത്തിൽ ആ ഒരു ഫ്ലൂയിഡ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടാവുക, സർക്കുലേറ്റ് ചെയ്യുന്നുണ്ടാവുക. സർക്കുലേഷന്റെ ഫലമായിട്ട് അവിടെ നിന്ന് ഇവിടെ വരുമ്പോൾ വെള്ളത്തിലേക്ക് നമുക്ക് അവിടെ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നുണ്ടാവും. ഹീറ്റ് എക്സ്ചേഞ്ചർ പോലെ ആക്ട് ചെയ്തുകൊണ്ട് ഹീറ്റ് വെള്ളത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടാകും. അപ്പൊ ഇങ്ങനെ നമ്മൾ ഹീറ്റ് ട്രാൻസ്ഫർ ഫ്ലൂയിഡിന്റെ സഹായത്തോടു കൂടിയായിരിക്കും അവിടെ ഹീറ്റ് എക്സ്ചേഞ്ച് നടക്കുന്നുണ്ടാവുക. ഓക്കെ, അപ്പൊ അതാണ് അതിന്റെ ഒരു പ്രത്യേകത. അതും അതൊരു പോരായ്മ തന്നെയാണ്. കാര്യം എഫിഷ്യൻസി കുറവായിരിക്കും, ഹീറ്റ് എക്സ്ചേഞ്ചർ ഒക്കെ വരുന്നതുകൊണ്ട് എഫിഷ്യൻസി കുറവായിരിക്കും ക്ലോസ്ഡ് ലൂപ്പ് സിസ്റ്റത്തിന്റെ. മനസ്സിലാക്കിയിരുന്നാൽ മതി. ഓക്കെ ഫൈൻ. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. കോഡ് ഓഫ് പ്രാക്ടീസ് ഫോർ ഡൊമസ്റ്റിക് ഹോട്ട് വാട്ടർ ഇൻസ്റ്റലേഷൻ ബൈ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് പബ്ലിക്കേഷൻ അറ്റ് 1974. അതായത് നമ്മുടെ ഹോട്ട് വാട്ടർ ഇൻസ്റ്റോളേഷനുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മളുടെ ആ ഒരു കോഡ്, IS കോഡ് എത്രയാണ്? എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഇമ്പോർട്ടന്റ് ആണ്. IS കോഡ് എത്രയാണ്? യെസ്, ഓപ്ഷൻ ഡി വിൽ ബി റൈറ്റ് ആൻസർ. ഓപ്ഷൻ ഡി ആണ് നമ്മൾ 7558. അപ്പോൾ ഡൊമസ്റ്റിക് ഹോട്ട് വാട്ടർ സിസ്റ്റവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഹോട്ട് വാട്ടർ സിസ്റ്റവുമായി ബന്ധപ്പെട്ട് ഓപ്ഷൻ ഡി, യെസ്, 7558. So design of hot water supply system and its appliances shall be based upon the following temperature in accordance with the IS 7558. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് 7558. യെസ്. മറ്റു ചോദ്യം. The pump motor is activated when the difference in water temperature at the collector outlet and the shortage and the storage tank exceeds. ഈ പറഞ്ഞ കളക്ടറിലെയും ടാങ്കിലെയും തമ്മിലുള്ള ടെമ്പറേച്ചർ ഡിഫറൻസ് എത്രയാകുമ്പോഴാണ് നമ്മളുടെ പമ്പിന്റെ മോട്ടർ ആക്റ്റീവ് ആകുന്നത്, വീണ്ടും സർക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങുന്നത്? The pump motor is activated when the difference in the water temperature at the collector outlet and at the storage tank exceeds 10 degrees Celsius, 5 degrees Celsius, 7 degrees Celsius, 12 degrees Celsius. എപ്പോഴാണ് ഇത്തരത്തിൽ ആക്റ്റീവും ഉണ്ട് പാസീവും ഉണ്ട് അല്ലെ? ആക്റ്റീവ് സിസ്റ്റമാണ് ഇത്തരത്തിൽ പമ്പിന്റെ സഹായത്തോടുകൂടി നമ്മൾ ചെയ്യുന്നുണ്ടാവുക, ആക്റ്റീവ് സിസ്റ്റം. പാസീവ് എന്ന് പറയുമ്പോൾ അവിടെ പമ്പിന്റെ സഹായമില്ല, സൈഫോണിക് ആക്ഷൻ വഴിയായിരിക്കും ചെയ്യുന്നുണ്ടാവുക. ഇവിടെ നമ്മുടെ ഉത്തരം എന്തായിരിക്കും? ദാറ്റ് ഈസ് ഓപ്ഷൻ സി, 7 ഡിഗ്രി സെൽഷ്യസ്. 7 ഡിഗ്രി സെൽഷ്യസ്. 7 ഡിഗ്രി സെൽഷ്യസ് ഡിഫറൻസ് വരുമ്പോഴായിരിക്കും പമ്പ് വീണ്ടും ആക്റ്റീവ് ആവുന്നുണ്ടാവുക. ഓക്കെ ഫൈൻ. മറ്റു ചോദ്യം. അക്കോർഡൻസ് വിത്ത് 7558 1974 നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള അതേ കോഡ്. ദ ഹോട്ട് വാട്ടർ സ്റ്റോറേജ് ടെമ്പറേച്ചർ, ഹോട്ട് വാട്ടർ സ്റ്റോറേജ് ടെമ്പറേച്ചർ, ചൂടുവെള്ളം സ്റ്റോർ ചെയ്യുന്ന ടെമ്പറേച്ചർ എത്രയാണ്? നമ്മളുടെ കോഡ് പ്രകാരം, IS കോഡ് പ്രകാരം, IS കോഡ് ഏതാണ്? 7558. അതുപോലെ 7558. ഈ ഒരു മൊഡ്യൂളിൽ 7558 മാത്രം പ്രധാനമായിട്ടും പഠിച്ചാൽ മതി. ഹോട്ട് വാട്ടർ സ്റ്റോറേജ് ടെമ്പറേച്ചർ എത്രയാണ്? ഓപ്ഷൻ എ തന്നെയാണ്, 60 ഡിഗ്രി സെൽഷ്യസ്. ഓപ്ഷൻ എ 60 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ ആണേ, ഫൈൻ. അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ടത് നമ്മളുടെ സ്റ്റാൻഡേർഡ് പ്രകാരം സ്കാൽഡിങ് ടെമ്പറേച്ചർ, അതായത് നമുക്ക് ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടുള്ള ടെമ്പറേച്ചർ എന്ന് പറയുന്നത് കയ്യിൽ അല്ലെങ്കിൽ നമുക്ക് വാഷ് ബേസിൻ തുറന്നൊരു ഫേസ് അല്ലെങ്കിൽ അത്യാവശ്യം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ടെമ്പറേച്ചർ അപ് ടു 60 റേഞ്ച് ആണ്. 65-ന് മുകളിലേക്കൊക്കെ പോവാണെന്നുണ്ടെങ്കിൽ അത് സ്കാൽഡിങ് ടെമ്പറേച്ചർ, നമുക്ക് ഉപയോഗിക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ കൊള്ളാൻ അല്ലെങ്കിൽ ഒരു തെർമൽ ബേൺ ഒക്കെ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു ടെമ്പറേച്ചറാണ് സ്കാൽഡിങ് ടെമ്പറേച്ചർ 65. സിങ്കില് മെയിൻറ്റെയിൻ ചെയ്യുന്ന ടെമ്പറേച്ചർ 60 ഡിഗ്രി സെൽഷ്യസ്. സിങ്ക്. വാഷ് ബേസിനിൽ സപ്ലൈ ചെയ്യുന്ന ടെമ്പറേച്ചർ 55 ഡിഗ്രി സെൽഷ്യസ്. പിന്നീട് ഹോട്ട് ബാത്ത് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ 43 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ. അതുപോലെ തന്നെ നമ്മുടെ വാം ബാത്ത് ആണെങ്കിൽ 37 ഡിഗ്രി സെൽഷ്യസ്. ടെപ്പിഡ് ബാത്ത്, അതായത് നമ്മുടെ വലിയ നീന്തൽ കുളം പോലെയുള്ള വലിയ ഒരു കുളം പോലെയുള്ള സെറ്റപ്പ് ആണെങ്കിൽ ടെപ്പിഡ് ബാത്ത് അത് 29.5. ദെൻ ഹോട്ട് വാട്ടർ സ്റ്റോറേജ് ടെമ്പറേച്ചർ 60. ഹോട്ട് വാട്ടർ സ്റ്റോറേജ് ടെമ്പറേച്ചർ 60. അത്യാവശ്യത്തിലെങ്കിലും ഒക്കെ ഒന്ന് മനസ്സിലാക്കിയിരുന്നാൽ മതി ഹോട്ട് വാട്ടർ സപ്ലൈയുമായി ബന്ധപ്പെട്ട്. ഓക്കെ, മനസ്സിലാക്കി വെക്കുക. മറ്റു ചോദ്യം. വിച്ച് ടൈപ്പ് ഓഫ് ഗ്ലാസ് ട്യൂബ് ആർ യൂസ്ഡ് ഇൻ ETC? ETC എന്താ നമ്മൾ നേരത്തെ കണ്ടിരുന്നു അല്ലെ?
evacuated for providing insulation. ഇൻസുലേഷൻ അല്ലെങ്കിൽ ഇത്തരത്തിൽ ഏത് ഗ്ലാസ് ട്യൂബ് മെറ്റീരിയലാണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക? യെസ്, ഓപ്ഷൻ എ പൊട്ടാഷ് ഗ്ലാസ്, ഓപ്ഷൻ ബി ബോറോസിലിക്കേറ്റ് ഗ്ലാസ്, ഓപ്ഷൻ സി സോഡ ഗ്ലാസ്, ഓപ്ഷൻ ഡി ഫ്ലിന്റ്. യെസ്, റൈറ്റ് ആൻസർ നമുക്കറിയാം, ഓപ്ഷൻ ബി ആണ് ബോറോ സിലിക്കേറ്റ് ഗ്ലാസ്. ബോറോ സിലിക്കേറ്റ് ഗ്ലാസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ ബോറോ സിലിക്കേറ്റ് ഗ്ലാസ് ട്യൂബുകളാണ് ETCയിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക. അപ്പോ ഇത്തരത്തിൽ ആ ഒരു ടൈപ്പ് കളക്ടർ, ട്യൂബ് കളക്ടറുകളാണ്, ഇവാക്യുവേറ്റഡ് ട്യൂബ് കളക്ടർ നിർമ്മിക്കുന്നതിനായി നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ഡബിൾ ലെയർ ആയിട്ടുള്ള ബോറോസിലിക്കേറ്റ് ഗ്ലാസ് ട്യൂബുകളാണെന്നുള്ളത് ഓർത്തിരിക്കുക കേട്ടോ. സോ ഇതാണ് നമ്മുടെ ബോറോസിലിക്കേറ്റ് ഗ്ലാസ് ട്യൂബ് എന്ന് പറയുന്നത്. ഈ പറയുന്ന രീതിയിലാണ്, ഡബിൾ ലെയർ ആണ് ഉണ്ടാവുക. അപ്പോൾ ഡബിൾ ലെയർ ആയതുകൊണ്ട് തന്നെ പുറത്തുള്ള ലെയറിൽ നമുക്ക് ടച്ച് ചെയ്താലും നമുക്ക് ചൂട് അനുഭവപ്പെടുത്തില്ല, ഉള്ളിലുള്ള ലെയറിലായിരിക്കും അവിടെ ചൂട് കിട്ടുന്നുണ്ടാവുക കേട്ടോ. അപ്പോൾ ഇവാക്യുവേറ്റഡ് ആണെന്നുള്ളത് ഓർത്തിരിക്കും, അതുകൊണ്ട് തന്നെ ഇൻസുലേഷൻ നമുക്ക് കിട്ടും. യെസ്, ഇത്രയൊക്കെയാണ് പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഏകദേശം പൊതുവെ കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങൾ വരുന്ന ഒരു മൊഡ്യൂളാണ്. പൊതുവെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളാണ് എല്ലാം. നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നോക്കിയെടുത്താലും കോമൺ ആയിട്ട് കുറെ ബേസിക് ആയിട്ട് നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്ന കുറച്ച് അഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻറ്റേജസ്, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പ്രധാനമായിട്ടും നമ്മളുടെ ആ ഒരു ടെമ്പറേച്ചർ ഹീറ്റ് ആ ഒരു കാര്യം, പിന്നെ വാട്ടർ ഹീറ്ററുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, പിന്നീട് നമ്മളുടെ സോളാർ വാട്ടർ ഹീറ്ററുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. സോ അവിടെ നിന്നായിരിക്കും കുറച്ച് കട്ടിയായിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടാവുക. പിന്നെ ബാക്കി അഡ്വാൻറ്റേജ്, മെത്തേഡ് ഓഫ് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗുമായി ബന്ധപ്പെട്ട് വളരെ സിമ്പിൾ, അതുപോലെ തന്നെ വളരെ കോമൺ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, വളരെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുള്ളൂ. പ്രധാനമായിട്ടും ഹീറ്റ്, ടെമ്പറേച്ചർ ശ്രദ്ധിക്കുക, കൺവേർഷൻസ്, മറ്റു കാര്യങ്ങൾ ശ്രദ്ധിക്കുക, ഹീറ്ററുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക, ടൈപ്സ് ഓഫ് ഹീറ്റേഴ്സ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സോളാർ വാട്ടർ ഹീറ്റിംഗ് മെത്തേഡ്സ് 2 ടൈപ്പ് ഉണ്ട്, അത് കൃത്യമായിട്ട് പഠിക്കുക. അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സ്റ്റാൻഡേർഡ് കോഡുകൾ പഠിക്കുക. ഓക്കെ, സോ അത്രയൊക്കെ ആകുമ്പോഴത്തേന് 10 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് അവിടെ ആയി കഴിഞ്ഞു. അതായിരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. അപ്പൊ നമ്മൾ ഇപ്പോൾ ഇത്രയും നാളായിട്ട് ഈ പറയുന്ന നമ്മളുടെ എക്സാമിന് വേണ്ടിയിട്ട് വാട്ടർ അതോറിറ്റിയുടെ, കേരള വാട്ടർ അതോറിറ്റിയിലേക്കുള്ള മീറ്റർ റീഡർ എക്സാമുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. നമ്മളെല്ലാവരും തന്നെ പഠിച്ചാണ് മുന്നോട്ട് പോയത് അല്ലെ. ഒന്നാമത്തെ മൊഡ്യൂൾ മുതൽ 10ാമത്തെ മൊഡ്യൂൾ വരെ നമ്മൾ റിവൈസ് ചെയ്ത് പോകുന്ന രീതിയിലുള്ള ഒരു ലൈവ് സെഷനുകളാണ് നമ്മളിപ്പോൾ, അതിന്റെ ഒരു അവസാനത്തെ സെഷനാണ് നമ്മളിപ്പോൾ നിർത്തിയിരിക്കുന്നത്. ഓക്കെ, അപ്പോ നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? നിങ്ങൾക്ക് ഈ പറയുന്ന ലൈവ് സെഷനുകൾ കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ ഒരു കോൺഫിഡൻസ് ലെവൽ നിങ്ങൾക്ക് ഉയർന്നില്ലേ? അല്ലെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ എക്സാമിന് നല്ല മാർക്കുകൾ നേടാൻ കഴിയും എന്നുള്ളൊരു കോൺഫിഡൻസ് വന്നിട്ടില്ലേ? എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? ഓക്കെ ആണെങ്കിൽ ഒരു തമ്പിട്ടാൽ മതിയാവും. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ എല്ലാവർക്കും ഈ പറയുന്ന രീതിയിൽ നമ്മൾ റെക്കോർഡഡ് സെഷൻസ് ഒക്കെ നമ്മൾ ആ ഒരു നമ്മുടെ ഭാഗത്തു നിന്നും, IPLUSന്റെ ഭാഗത്തു നിന്നും എന്താണ് നമ്മളുടെ സിലബസ് അനുസരിച്ചിട്ടുള്ള, സിലബസിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ നമ്മൾക്ക് തരികയും, അല്ലെങ്കിൽ ആ ഒരു സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള സെഷൻസുകൾ നമ്മളെല്ലാം തന്നെ നമ്മളുടെ വേണ്ടുന്ന രീതിയിൽ 1ാമത്തെ മൊഡ്യൂൾ മുതൽ 10ാമത്തെ മൊഡ്യൂൾ വരെ നമ്മുടെ ടോപ്പിക്സ് കവർ ചെയ്യുന്ന രീതിയിലാണ് മാക്സിമം നമ്മൾ അത് നിങ്ങൾക്ക് വേണ്ടി തന്നിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. അപ്പോൾ റിവിഷൻ ആണ് ഇനി നമുക്ക് വേണ്ടത്. ഇനി പുതുതായിട്ടൊന്നും നമുക്ക് പഠിക്കാനില്ല. നമ്മൾ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് നമ്മളെല്ലാം തന്നെ ഈ പറയുന്ന മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ടച്ച് ചെയ്തുകൊണ്ട് തന്നെയാണ് ഓരോ മൊഡ്യൂളുകളും നമ്മൾ കടന്നു പോയിട്ടുള്ളത്. ഇനി നമുക്ക് വേണ്ടുന്നത് അത് റിവൈസ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ പഠിച്ചതിൽ നിന്നും ഒരു ചോദ്യം പോലും നമുക്ക് പോകാൻ, അല്ലെങ്കിൽ നമ്മൾക്ക് ഒരു മാർക്ക് പോലും പോകാൻ കഴിയാത്ത തരത്തിലേക്ക് നമ്മൾ അതിനെ റിവൈസ് ചെയ്യുക. കൂടെ റിവൈസ് ചെയ്യുക. വെറുതെ ഇരിക്കുമ്പോഴും നമ്മൾ ജസ്റ്റ് വാല്യൂസ് ഒക്കെ ഒന്ന് വായിലേക്ക് കൊണ്ടുവരിക, ഓരോ ക്വസ്റ്റ്യൻസ് മനസ്സിലാലോചിച്ച് കൊണ്ടുവരിക. ഓക്കെ,